സപ്തഭാഷാ സംഗമവേദിയിൽ സർഗസന്നിഭമീ രംഗവേദിയിൽ കലയുടെ കമനീയ നവരസഭാവങ്ങൾ കളിയാടി വിളങ്ങട്ടെ കലോത്സവം കലോത്സവഗീതകമുയരുകയാ സ്വാഗതം സ്വാഗതം സുസ്വാഗതം. മധുഗീതം മൃദുനടനം സഗഗമ മഗഗസ സഗ സഗ സരിധ ധനിസ ധനിസ. മധുഗീതം മൃദുനടനം ചൊടിയിലകും നാടിൻ കലാലയം സ്വാഗതം 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 സ്വാഗതം. സ്മരണകൾക്ക് തിരികൊളുത്തും വിദ്യാപീഠം നീ കലാലയം. കണ്ണൂരിൻ പ്രതിഭകളെ നിങ്ങൾക്കായി നേരുന്നു വിജയഗാഥ. സുസ്വാഗതം ഈ മണ്ണിൽ ഗീതവാദ്യ നൃത്തങ്ങൾ തൻ വേദിയിൽ. അക്ഷരഗ്രാമം സ്വാഗതമോടുന്നു പീപ്പിൾസ് കലാലയം സ്വാഗതമോടുന്നു. ഗബരി സനി പരേ രേ രേ സനി സരി സനി 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 ഗരി ഗബ ഗബ ഗരി സ പാപനി സനി രി സനി സരി നി സനി പരി പനി സനി സനി പ പനി പ ഗബ ഗരി 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 ഗബ. കുഞ്ചിച്ച കവിതയിൽ കുഞ്ചന്റെ രസവന്തി തുഴഞ്ഞെത്തും കവിതയിൽ. കുഞ്ചന്റെ കുഞ്ചിച്ച കവിതയിൽ കുഞ്ചന്റെ രസവന്തി തുഴഞ്ഞെത്തും കവിതയിൽ. രാഗലയങ്ങൾ തൻ മഞ്ജുള വിപഞ്ചിയിൽ ഉണരുന്ന മോഹന മലനാടിത സത്യസുന്ദരമീ നടനമേ.
സപ്തഭാഷകൾ തൻ കമനീയ ഹൃദയത്തിൽ കാസർഗോഡിന്റെ സങ്കരഭൂമിയിൽ സപ്തഭാഷകൾ തൻ കമനീയ ഹൃദയത്തിൽ കന്നഡ ഗാത്രി തുളുകൊങ്ങിണി മാലകൾ സപ്തഭാഷകൾ ഹൃത്തിലേറ്റിയ വിശ്വമോഹിനി കാസർഗോഡിന്റെ സങ്കരഭൂമിയിൽ സപ്തഭാഷകൾ തൻ കമനീയ ഹൃദയത്തിൽ കന്നഡ ഗാത്രി തുളുകൊങ്ങിണി മാലകൾ സപ്തഭാഷകൾ വിശ്വമോഹിനി യക്ഷഗാന ഭയനാട്ടം കോൽക്കളി പൂരക്കളിയും യക്ഷഗാന ഭയനാട്ടം കോൽക്കളി പൂരക്കളി അറബലമുട്ടും മംഗളം കളികളും തിരുവാതിരയും ഒപ്പനയും കലയുടെ മാമാങ്ക ഗീതികളുയർന്നു ഗാന്ധിസത്തിൻ പാട്ടുകാർ ഗോഡ്സെ ഗീതം പാടുവോർ രാമരാജ്യ വാഴ്ത്തുകാർ രാവണന്റെ കൂട്ടുകാർ ഗാന്ധിസത്തിൻ പാട്ടുകാർ ഗോഡ്സെ ഗീതം പാടുവോ രാമരാജ്യ വാഴ്ത്തുകാർ രാവണന്റെ കൂട്ടുകാർ അംശി പാടും പാട്ടുമായി ചൂട്ടുകെട്ടിയെത്തിടാം ഭീതി പൂത്ത തെരുവുകളിൽ വിപ്ലവത്തിൻ ചൂരുമായി ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവയ വിമോദിത പുതിയ സുപ്രഭാത സീമകൾ പുലർന്നിതാ ഹൃദയനാദ വൈഖരി കുളമ്പടിച്ചുയർന്നിതാ പുതിയ സുപ്രഭാത സീമകൾ പുലർന്നിതാ ഹൃദയനാദ വൈഖരി കുളമ്പടിച്ചുയർന്നിതാ പാടുവിൻ മനുജരേ, ഇത് പുതിയ കേരളം സമത്വബോധ ചിന്തകൾ ഉയർത്തിടുന്ന ഗ്രാമകം വികസനോന്മുഖം കരുത്തു നേടി കേരളം അടുത്തുയർത്തി നാമിതാ ഉയർന്നിടുന്നു നവകേരളം വിസ്മയമോഹനം കാസർഗോഡിതാ വിടർന്നു നിൽക്കുന്ന പുഷ്പവനം പോൽ മുന്നാടിതാ നടനവേദിയിൽ വിളങ്ങാൻ നേരുന്നു വിജയഗീതം മലയോരം ഹൃദയപൂർവം സ്വാഗതമരുളുന്നു മദനി സഗഗരിരി സസനിനി ധദദ പദ പമ പാദ 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 പദദനി സരിഗമ മമ പദ ദനി സരി സരിഗമ പ. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം സ്റ്റേജ് മത്സരങ്ങളുടെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ചടങ്ങിന് സ്വാഗതം അർപ്പിക്കുന്നതിന് വേണ്ടി കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ കുമാരി അഖില ടി.പി.യെ ക്ഷണിക്കുന്നു. കണ്ണൂർ സർവകലാശാല യൂണിയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സർവകലാശാല കലോത്സവത്തിൻ്റെ സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുവാൻ വേണ്ടി പോകുന്നത്. ഇക്കഴിഞ്ഞ
7-ാം തീയതി മുതൽ കലോത്സവത്തിൻ്റെ ഭാഗമായുള്ള ഓൺ സ്റ്റേജ് മത്സരങ്ങളൊക്കെയും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായി സർവകലാശാലയ്ക്ക് കീഴിലെ 5000-ത്തിലധികം വിദ്യാർത്ഥികൾ മുന്നാട് പീപ്പിൾസ് കോളേജിനകത്ത് വച്ച് നടക്കുന്ന സർവകലാശാല കലോത്സവത്തിനകത്ത് പങ്കെടുക്കുവാൻ വേണ്ടി പോവുകയാണ്. വയലാർ പറഞ്ഞതുപോലെ കൊടുങ്കാറ്റ് കൂടുകെട്ടുന്ന ഇടങ്ങളാണ് ക്യാമ്പസുകൾ എന്ന് വയലാർ പറഞ്ഞതുപോലെ നമ്മളുടെ സർവകലാശാലയ്ക്ക് കീഴിലെ നിരവധിയായ കോളേജിനകത്തു നിന്നും അത്തരത്തിലുള്ള ഇടങ്ങളിൽ നിന്നും വിവിധ മത്സര ഇനങ്ങൾക്കകത്തേക്ക് നാടകത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അതുപോലെ തന്നെ പാട്ടുകളിലൂടെ രചനകളിലൂടെയൊക്കെയും ഈ കാലം ആവശ്യപ്പെടുന്ന രീതിക്കകത്തേക്കുള്ള പ്രതിരോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഓരോ വിദ്യാർത്ഥികളും ഈ സർവകലാശാല കലോത്സവത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായിക്കൊണ്ട് ഈ നാടിനകത്തെ നാനാവിഭാഗം മനുഷ്യരും ഈ നാടിനകത്തെ ഭൂരിഭാഗം സംവിധാനവും ഈ കുന്നിൻ ചെരുവിനകത്തേക്ക് കടന്നു വന്നുകൊണ്ട് ഈ ക്യാമ്പസിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പുറത്തുള്ള വിദ്യാർത്ഥികളും അടക്കം സംഘാടകരുമടക്കം ഒത്തുചേർന്നുകൊണ്ട് അതിൻ്റെ പ്രയത്നത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കലോത്സവം ഈ ദിവസം എത്തി നിൽക്കുന്ന ഘട്ടത്തിനകത്തും വമ്പിച്ച വിജയമായിട്ട് നമ്മളുടെ മുന്നിനകത്ത് നിൽക്കുന്നത്. ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ, അതുപോലെ തന്നെ കണ്ണൂർ സർവകലാശാലയുടെ ഏറ്റവും ആദ്യത്തെ വിദ്യാർത്ഥി യൂണിയൻ്റെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് എൻ ഷംസീർക്കയാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് പരിപാടിക്കകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട MLA ശ്രീ CH കുഞ്ഞമ്പു അവറുകളാണ്. അദ്ദേഹത്തെയും പരിപാടിക്കകത്ത് സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നടത്തുന്നത് കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടുള്ള പ്രൊഫസർ ബിജോയ് നന്ദൻ സാറാണ്. അദ്ദേഹത്തെയും പരിപാടിക്കകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ ശ്രീ M രാജഗോപാൽ MLA, ശ്രീ E ചന്ദ്രശേഖരൻ MLA, ശ്രീ N E നെല്ലിക്കുന്ന് MLA, ശ്രീ KM അഷറഫ് MLA, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ബേബി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. അവരെയും ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് ഈ പരിപാടിക്കകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പരിപാടിയിൽ അതിഥികളായിട്ട് എത്തിയിട്ടുള്ള പ്രശസ്ത സിനിമാ താരങ്ങളായിട്ടുള്ള ശ്രീമതി ചിത്ര നായർ, ഉണ്ണിരാജ് ചെറുവത്തൂർ ഇവരെയും പരിപാടിക്കകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. കണ്ണൂർ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള ഡോക്ടർ A അശോകൻ മാസ്റ്റർ, ഡോക്ടർ രാഖി രാഘവൻ, TP അഷറഫ്, ഡോക്ടർ പ്രമോദ് വെള്ളച്ചാൽ, അതുപോലെ തന്നെ രാജു MC ഉൾപ്പെടെ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇവരെയും ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കണ്ണൂർ സർവകലാശാലയുടെ DSS ഡോക്ടർ TP നഫീസ ബേബി ടീച്ചർ ഈ ഒരു പരിപാടിക്കകത്ത് ചടങ്ങിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ടീച്ചറെയും പരിപാടിക്കകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. കാടറുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CG മാത്യു, ബേഡടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി M ധന്യ, ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി AP ഉഷ, പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ അബ്ദുൾ റഫീഖ്, അതുപോലെ തന്നെ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ C ലോക്കു സാർ ഉൾപ്പെടെ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇവരെയും ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് പരിപാടിയിൽ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സംഘാടന സമിതിയുടെ വർക്കിംഗ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീമതി E പത്മാവതി ചേച്ചി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിക്കകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഈ കലോത്സവത്തിൻ്റെ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ കൂടിയായിട്ടുള്ള ബിപിൻ രാജ് പായം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ബിപിൻ രാജ് പായത്തെ ഈ പരിപാടിക്കകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. PTA വൈസ് പ്രസിഡന്റ് പീപ്പിൾസ് കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ശ്രീ കരുണാകരൻ അവറുകൾ, അദ്ദേഹത്തെയും ഈ പരിപാടിക്കകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. കണ്ണൂർ സർവകലാശാലയുടെ യൂണിയൻ ഭാരവാഹികളായിട്ടുള്ള മുഹമ്മദ് ഫവാസ്, അനന്യ R ചന്ദ്രൻ, സൂര്യജത്ത്, പ്രജിന K എന്നിവരും
പരിപാടിക്കകത്തേക്ക് പങ്കെടുക്കുന്നുണ്ട്. അവരെയും ഏറെ സ്നേഹത്തോടു കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കണ്ണൂർ സർവകലാശാലയുടെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ടി പ്രതീക് പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെയും പരിപാടിക്കകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനധ്യാപകരെയും ഒക്കെ ഈ ഒരു പരിപാടിക്കകത്തേക്ക് ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട ഉദുമ MLA ശ്രീ CH കുഞ്ഞമ്പു അവർകളെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AN ശംസേർ, എൻ്റെ സഹപ്രവർത്തകനും തൃക്കരിപ്പൂർ MLA-യുമായ ശ്രീ രാജഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ, ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തുന്ന കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ബിജോയ് നന്ദൻ, വേദിയിലുള്ള സിനിമാ താരങ്ങളായ ഉണ്ണിരാജ, ചിത്ര നായർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, സഹോദരന്മാരെ, നാട്ടുകാരെ, കണ്ണൂർ സർവകലാശാലയുടെ യൂണിയൻ കലോത്സവം ഇദംപ്രദമായിട്ടാണ് ഒരു ഗ്രാമത്തിലേക്ക് വരുന്നത്. അതിനവർ തിരഞ്ഞെടുത്തത് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ ഏറ്റവും നന്നായി കാര്യങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ഗ്രാമത്തിലാണ്. മൂന്നാട് പീപ്പിൾസ് സംഘടനത്തിൽ ഈ കലോത്സവം നടത്തണമെന്നവർ തീരുമാനിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വമാണ് ഇവിടുത്തെ ജനങ്ങൾ അതിനെ ഏറ്റെടുത്തത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി വിദ്യാർത്ഥികളും ഇവിടുത്തെ ജനനേതാക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാവരും ഈ കലോത്സവത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ്. ഔദ്യോഗിക തലത്തിലും അല്ലാതെയും വ്യത്യസ്ത മേഖലയിലുള്ള ജനവിഭാഗം അണിനിരന്നപ്പോൾ കലോത്സവത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്നൊരധ്യായമായി മൂന്നാട് കലോത്സവം മാറാൻ പോവുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ കലോത്സവം ആസ്വദിക്കാൻ വേണ്ടി എത്തുന്നത്. അതിന് പറ്റിയ ഏറ്റവും വലിയ ഒരു അന്തരീക്ഷം ഈ നാട്ടിലുണ്ട്. മതേതരത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടാണ് ഈ മൂന്നാട് ഗ്രാമം. ഇവിടെ എല്ലാ മനുഷ്യനെയും ഒരുപോലെ കാണുന്ന ഒരു സർഗാത്മക ചിന്ത എല്ലാവരുടെ മനസ്സിലുമുണ്ട്. അവിടെയാണ് ഈ കലോത്സവം നടക്കുന്നത്. നമുക്കറിയാം, കൗമാര കലകളെന്ന് പറയുന്നത് അത് സ്കൂൾ കലോത്സവങ്ങളായാലും കോളേജ് കലോത്സവങ്ങളായാലും നമ്മുടെ പ്രതിഭകളെ കണ്ടെത്തുന്നതിന് വേണ്ടി വ്യത്യസ്ത തലങ്ങളിലുള്ള കുട്ടികളുടെ അഭിരുചികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയാണ്. ഇവിടെ 5-8 വേദികളിൽ ഒരുമിച്ച് ഒട്ടനവധി പരിപാടികൾ ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അവിടുത്തെ ആ രണ്ടാമത്തെ വേദിയിലെ പരിപാടി നിർത്തിവെച്ചിട്ടില്ല. ഇങ്ങനെ എല്ലാ വേദികളിലും നിറഞ്ഞാടുമ്പോൾ അവിടെ നൃത്തവും സംഗീതവും താളവും മേളവുമെല്ലാം സമന്വയിച്ച് നിൽക്കുമ്പോൾ ഒരു നാടിൻ്റെ തന്നെ ജനകീയ ഉത്സവമായി, ഒരു വലിയ മാമാങ്കമായി ഈ മേള മാറുന്നുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക എന്നത് മാത്രമാണ് എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അതല്ല. അക്കാദമിക് പഠനത്തോടൊപ്പം തന്നെ, പാഠപുസ്തകങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ, സബ്ജക്റ്റുകളുടെ പഠനത്തോടൊപ്പം തന്നെ കലയും സാഹിത്യവും ശാസ്ത്രവും സ്പോർട്സും ഉൾപ്പെടെ എല്ലാ മേഖലകളിലുമുള്ള കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് രംഗത്താണ് ഒരു കുട്ടിക്ക് അഭിരുചിയുള്ളത്, ആ രംഗത്തെ കണ്ടെത്തി ആ കുട്ടിയെ ആ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരണം. അതാണ് കലോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും കോളേജ് കലോത്സവങ്ങളും സർവകലാശാല കലോത്സവങ്ങളും അതിൻ്റെ ഒരു ദിശയിലേക്ക് നീങ്ങുന്നുണ്ടോ, ആ ദൗത്യം ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറെ പരിശോധിക്കേണ്ടതാണ്. ഏതായാലും ഉദ്ദേശിക്കുന്നതാണ്. ആ നിലയിൽ നമ്മുടെ കലോത്സവങ്ങൾ
നമ്മുടെ കുട്ടികൾക്ക് അവരുടെ അഭിരുചികളെ കണ്ടെത്താൻ, വളർത്താൻ, പ്രദർശിപ്പിക്കാൻ, കാണിക്കാൻ പറ്റുന്ന ഒന്നായി മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർവകലാശാലകളും നമ്മുടെ കോളേജുകളും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും നാം വളരെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ 1ാം സ്ഥാനത്താണ് നമ്മുടെ കേരളം. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം ഇനിയും നടത്തേണ്ടതുണ്ട്. ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ പരിഹരിച്ച് കോളേജ് വിദ്യാഭ്യാസം, സർവകലാശാല വിദ്യാഭ്യാസം, അതിൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സമസ്ത തലങ്ങളിലും അത് അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തക്ക നിലയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തെ വാർത്തെടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ബജറ്റിലും ഈ ബജറ്റിലും ഉന്നത വിദ്യാഭ്യാസത്തിനാണ് ഊന്നൽ നൽകിയത്. ആ നിലയിൽ ലോകത്തെമ്പാടുമുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഈ കേരളത്തിലെ സർവകലാശാലകളെ മാറ്റിയെടുക്കുക എന്നതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ആ നിലയിലേക്ക് നമ്മൾ മാറണം. അതിന് ഈ കലയും സാഹിത്യവും പഠനവും എല്ലാം സമന്വയിച്ച് പോകേണ്ടതുണ്ട്. നമ്മുടെ കലാശാലകൾ ആ നിലയിലേക്ക് മാറേണ്ടതുണ്ട്. അതിന് ഈ മുന്നാട് ഗ്രാമത്തിൽ നടക്കുന്ന, ഈ പീപ്പിൾസ് കോളേജ് അങ്കണത്തിൽ നടക്കുന്ന ഈ കലോത്സവം വഴി തെളിയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ പ്രസംഗം ഞാൻ അധികം നീട്ടുന്നില്ല. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ആദരണീയനായ സ്പീക്കർ ശ്രീ AN ഷംസീറിനെ ഞാൻ ക്ഷണിക്കുന്നു. സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങാണ്. നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി കേരള നിയമസഭാ സ്പീക്കർ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് AN ഷംസീർ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ പുതുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ബിജോയ് നന്ദൻ, സ്വാഗതം ആശംസിച്ച യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ അഖില TP, ജനറൽ സെക്രട്ടറി പ്രതീക് T, യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാരവാഹികൾ, വേദിയിലിരിക്കുന്ന M രാജഗോപാലൻ MLA, ചിത്ര നായർ, ഉണ്ണിരാജ, സിജി മാത്യു ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കലോത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത്. സ്റ്റേജ് മത്സരങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നിലയിൽ സ്റ്റേജ് മത്സരം നടക്കുമ്പം സംഘാടകർ ചില ഔചിത്യം കാണിക്കാറുണ്ട്. ആ ഔചിത്യം മറ്റ് സ്റ്റേജിൽ നടത്തുന്ന പരിപാടികൾ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്നുള്ള ഔചിത്യമാണ്. ആ ഔചിത്യം എന്തുകൊണ്ടോ സംഘാടകരുടെ കാണിച്ചില്ല.
സർവകലാശാല കലോത്സവങ്ങൾ സംഘാടകനായി പ്രവർത്തിച്ച അനുഭവമുള്ള ഒരാളാണ് ഞാൻ. പരിചയപ്പെടുത്തുമ്പം അഖില സൂചിപ്പിച്ചു, കണ്ണൂർ സർവകലാശാലയുടെ പ്രഥമ ചെയർമാനായിരുന്നു എന്നുള്ളത്. ആ ഒരു വൈകാരിക ബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സർവകലാശാല കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഞാനിവിടെ എത്തിയത്. സർവകലാശാല ചെയർമാനായത് ഞാൻ 1999 ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് കണ്ണൂർ സർവകലാശാല വളരെ ചെറുതായിരുന്നു. 30 ചുവടെ മാത്രം കോളേജുകളുള്ള ഒരു യൂണിവേഴ്സിറ്റി. ഇന്ന് കണ്ണൂർ സർവകലാശാല പ്രൈവറ്റും എയ്ഡഡും സെൽഫ് ഫൈനാൻസിങ്ങും ഗവൺമെൻറ്റൊക്കെയായി 100-ലേറെ കോളേജുള്ള ഒരു വലിയ സർവകലാശാലയായി കണ്ണൂർ സർവകലാശാല മാറി എന്നുള്ളതാണ്. കണ്ണൂർ സർവകലാശാലയുടെ വളർച്ചയിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. കണ്ണൂർ സർവകലാശാല ഇനിയും വളരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇടക്കാലത്ത് VC ചാർജായി വന്ന ഡോക്ടർ ബിജോയ് നന്ദൻ, അദ്ദേഹം അറിയപ്പെടുന്ന, ഇന്ത്യയിലും അറിയപ്പെടുന്ന, ലോകത്തും അറിയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പരമാവധി വിനിയോഗിച്ചുകൊണ്ട് ഈ സർവകലാശാല ലോകോത്തര നിലവാരത്തിലെത്തണം എന്നാഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ഞാൻ. സർവകലാശാലയുടെ പ്രയോറിറ്റി എപ്പോഴും ആർക്കായിരിക്കണം എന്ന ചോദ്യത്തിന് എല്ലാ കാലത്തും ഞാൻ കൊടുക്കുന്ന ഉത്തരം വിദ്യാർത്ഥികൾക്കായിരിക്കണം. സർവകലാശാല പ്രയോറിറ്റി വിദ്യാർത്ഥികൾക്കാണ്. വിദ്യാർത്ഥികളുണ്ടെങ്കിൽ മാത്രമേ സർവകലാശാലയുള്ളൂ. സർവകലാശാല ഉണ്ടെങ്കിൽ മാത്രമേ വൈസ് ചാൻസലറുള്ളൂ. വൈസ് ചാൻസലർ ഉണ്ടെങ്കിൽ മാത്രമേ അധ്യാപകരുള്ളൂ. അധ്യാപകരുണ്ടെങ്കിൽ മാത്രമേ അനധ്യാപക ജീവനക്കാരും അനധ്യാപകരുമുള്ളൂ. നിർഭാഗ്യവശാൽ കേരളത്തിൽ ചില ഘട്ടങ്ങളിലെങ്കിലും ഇതിൻ്റെ ഫോക്കസ് മാറിപ്പോകുന്നുണ്ട്. വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ പ്രാമുഖ്യവും പരിഗണനയും മറ്റ് ചില മേഖലയിലേക്ക് നീങ്ങുന്നു എന്ന വിമർശനമുള്ളൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ഞാൻ. കണ്ണൂർ സർവകലാശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിഭജിച്ചുകൊണ്ടുണ്ടായ സർവകലാശാലയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചായിരുന്നു ഞാൻ ഡിഗ്രി പാസ്സായത്. പോസ്റ്റ് ഗ്രാജുവേഷൻ എത്തുമ്പോഴേക്കും കണ്ണൂർ സർവകലാശാല രൂപപ്പെട്ടു. ആ കണ്ണൂർ സർവകലാശാല രൂപപ്പെടുന്ന ഘട്ടത്തിൽ തുടക്കത്തിൽ കേവലം ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ നോർത്ത് വയനാടും കണ്ണൂരും കാസർഗോഡുമാണ്. രൂപീകരണത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഇനിയും യൂണിവേഴ്സിറ്റി കുറേ മുന്നേറേണ്ടതുണ്ട് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്താണോ രൂപീകരിക്കാൻ ഇടയായത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കണ്ണൂർ സർവകലാശാലയ്ക്ക് സാധിക്കട്ടെ. അതിന് കൂട്ടായ ഒരു തീരുമാനവും കൂട്ടായ ഒരു നേതൃത്വവുമാണ് യൂണിവേഴ്സിറ്റിക്ക് ആവശ്യം. യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾ കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണ്. ഈ മത്സരങ്ങളെ കുട്ടികൾ കാണേണ്ടത് ഒരു ആരോഗ്യകരമായ മത്സരമായിട്ടാണ്. പകരം ഒരു അനാരോഗ്യകരമായ പ്രവണത ഒരു കാരണവശാലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. നല്ല മത്സരമാവാം, ആ മത്സരം കുട്ടികൾ തമ്മിലായിരിക്കണം. ഒരിക്കലും അധ്യാപകരും കോളേജുകളും തമ്മിലായിരിക്കരുത് മത്സരം. തമ്മിൽ മത്സരിക്കാം, ജയിക്കാനുള്ള വീറും വാശിയും ഉണ്ടാകാം. അത് ഒരു തരത്തിലും മറ്റു രീതിയിലേക്ക് വഴിമാറിപ്പോകാതിരിക്കാൻ എല്ലാ പക്ഷത്തും നല്ല ജാഗ്രത ഉണ്ടാവണം. കോളേജിനെ നയിച്ചു വരുന്ന ടീം മാനേജർമാർ, കോളേജിലെ വിദ്യാർത്ഥികൾ, അധ്യാപകരെല്ലാം മത്സരത്തിൽ വീറും വാശിയും ഉണ്ടാകാം. പക്ഷേ അതൊരു സംഘർഷത്തിലേക്കോ സംഘടനത്തിലേക്കോ പോവാതെ ആരോഗ്യകരമായി തന്നെ ഈ സർവകലാശാല കലോത്സവം അവസാനിക്കണം, അതിന് മുൻകൈ എടുക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ കലോത്സവം നടക്കുന്ന ഒരു ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് വളരെ ദൂരെയുള്ള, ഞാൻ ചോദിച്ചു അഖിലയോട് എങ്ങനെയാണ് ഇതിൻ്റെ താമസവും മറ്റു കാര്യങ്ങളും. ഞാൻ സർവകലാശാല ചെയർമാൻ ആയിരിക്കുമ്പം കണ്ണൂർ നഗരത്തിലാണ്, എല്ലാ ഹോട്ടലിലാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ താമസമൊരുക്കിയിരിക്കുന്നത് വീടുകളിലാണ്. സംഘാടനം ജനങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. ജനങ്ങൾ ഇത് ഞങ്ങളുടെ കലോത്സവമാണ്, ഇത് വിജയിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇതിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നു എന്നുള്ളതുകൊണ്ടാണ് മൂന്നാട് പീപ്പിൾസ് കോളേജ് എന്ന ഒരു ഗ്രാമത്തിൽ വെച്ച് ഈ കലോത്സവം നടക്കുമ്പോൾ ഇത് വിജയിക്കാനിടയായത്.
നേരെ മറിച്ച് ഇവിടെ ഹോട്ടലുകളില്ല, മറ്റ് സംവിധാനങ്ങളില്ല. ജനങ്ങൾ ഇതിനോട് പുറംതിരിഞ്ഞു നിന്നാൽ ഈ കലോത്സവം വേണ്ടത്ര വിജയത്തിലെത്തിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ, ഈ ഗ്രാമത്തിലെ ജനങ്ങൾ, ഇത് ഞങ്ങളുടെ കുട്ടികളുടെ കലോത്സവമാണ്, ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ കലോത്സവം ഈ രീതിയിൽ വിജയിക്കാനിടയായത്. പത്രദൃശ്യ മാധ്യമങ്ങൾ നല്ല രീതിയിൽ പ്രചരണവും ഇതിനാവശ്യമായ പ്രോത്സാഹനവും നൽകുന്നുണ്ട് എന്നുള്ളത് പത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വളരെയേറെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. സർവകലാശാലകൾ സ്വകാര്യ മേഖല തുടങ്ങാൻ പാടുണ്ടോ? സർവകലാശാലകൾ, വിദേശ സർവകലാശാലകൾ വരാൻ പാടുണ്ടോ? വിദേശ സർവകലാശാലകളും സ്വകാര്യ സർവകലാശാലകളും വരുന്നതിന് സ്വാഗതം ചെയ്യുന്നൊരു പൊതുപ്രവർത്തന ഞാൻ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ്. 7 വർഷം സർവകലാശാല വിദ്യാർത്ഥിയാണ്. സർവകലാശാലക്കകത്ത് ഇടപെട്ട അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ സർവകലാശാലകൾക്ക് കോമ്പീറ്റൻസി ഉണ്ടാവാൻ വിദേശ സ്വകാര്യ സർവകലാശാലകൾ കടന്നു വരണം. പക്ഷേ ഗവൺമെൻറ് അകലെയുള്ള നിയന്ത്രണം ഉണ്ടാവണം. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. അത് എൻഷുർ ചെയ്യാൻ പറ്റണം. അവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും പഠിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. ഒരു നിശ്ചിത ശതമാനം സീറ്റെങ്കിലും സാധാരണക്കാരന് പഠിക്കാൻ സാധിക്കുന്ന രീതിയിൽ റിസർവേഷൻ ഗവൺമെൻറ് എൻഷുർ ചെയ്യണം. അങ്ങനെ വരുമ്പം സർവകലാശാലകൾ തമ്മിൽ മത്സരം വരും. ആ മത്സരം വരുമ്പം ശേഷിയുള്ളവൻ മാത്രം, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ശേഷിയുള്ളവൻ മാത്രം അതിജീവിച്ച് മുന്നോട്ട് വരും. അതുകൊണ്ട് പുതിയ സർക്കാരിൻ്റെ നയമാറ്റം, സർക്കാർ സ്വീകരിച്ച സമീപനങ്ങൾ, കേരള സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചു. ആ ബജറ്റിനകത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാവാം, ആ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാവാമെന്ന് പറഞ്ഞപ്പം അതിനെക്കുറിച്ചുള്ള വലിയ വാദങ്ങളും സംവാദങ്ങളും വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൃത്യമായ നിലപാട് എനിക്കുണ്ട്. എൻ്റെ നിലപാട് സ്വകാര്യ സർവകലാശാലകളാവാം. എന്തുകൊണ്ട്? ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മുടെ സർവകലാശാലകൾ വിദ്യാർത്ഥികളെ മറന്നുപോകുന്നു. പകരം ഞങ്ങളുടെ കാര്യം മാത്രം നടന്നാൽ മതി എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്നു. ഇവിടെയാണ് കോമ്പീറ്റൻസി ഉണ്ടാവാൻ, സർവകലാശാലകൾ തമ്മിൽ ആരോഗ്യകരമായ മത്സരം നടക്കാൻ, കുട്ടികൾക്ക് പുതിയ കോഴ്സുകൾ ഓഫർ ചെയ്യട്ടെ, കുട്ടികളിവിടെ പഠിക്കട്ടെ. എന്തിനാണ് നമ്മൾ ഭയപ്പെടേണ്ട കാര്യം? ഏതെങ്കിലും ഒരു സ്വകാര്യ സർവകലാശാല വന്നാൽ ഇവിടുത്തെ നിലനിൽക്കുന്ന സർവകലാശാല തകർന്നു പോകുമോ? ഏതെങ്കിലും ഒരു സ്വകാര്യ സർവകലാശാല വന്നാൽ ഞങ്ങളുടെ സർവകലാശാല തകർന്നു പോകുമോ എന്ന ആശങ്ക ഇവിടെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ടാകും. ആ ആത്മവിശ്വാസക്കുറവുള്ളവർ തകർന്നു പോകുന്നല്ലാതെ മറ്റു മാർഗ്ഗമില്ല. ആത്മവിശ്വാസക്കുറവ് ചിലർക്കെങ്കിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങോട്ടേക്ക് കടന്നു വരാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി കടന്നു വരുന്നത്. വിദ്യാർത്ഥികൾക്ക് അഭിപ്രായം ഉണ്ടാവാം. അഭിപ്രായം ഈ രാജ്യത്തെ പൗരനെന്ന നിലക്ക് ആർക്കും പ്രകടിപ്പിക്കാം. ഏതൊരു വ്യക്തിക്കും അഭിപ്രായം പറയാം, ഏതു സംഘടനക്കും അഭിപ്രായം പറയാം. പക്ഷെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും ഞാൻ അഭിപ്രായം പറയുന്നു. അപ്പോൾ ചോദിക്കും, നിങ്ങളന്ന് സമരം ചെയ്തിട്ടില്ലേ? ശരിയാണ്. പക്ഷേ ഈ രാജ്യം, ഇന്ത്യയിലാണ് കേരളം നിൽക്കുന്നത്. കേരളത്തിനകത്ത് മാത്രം വഴിമാറി സഞ്ചരിക്കാൻ ഏറെ കാലം കഴിയില്ല. ഏതാണ്ട് 1/4 നൂറ്റാണ്ടോളം കേരളം പ്രതിരോധിച്ചു. 1/4 നൂറ്റാണ്ടോളം. ഇനി ആ പ്രതിരോധം ഏറെക്കാലം നടക്കില്ല എന്ന് തിരിച്ചറിയുക. ഇത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങൾക്കകത്തും PPP വേണ്ടി വരും. പല കാര്യങ്ങൾക്കകത്തും അത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഗവൺമെൻറ് വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പിലൂടെ മാത്രമേ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ആ നിലയിലേക്കുള്ള ചുവടുമാറ്റം കേരളവും ചിന്തിക്കേണ്ട കാലമാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംവാദങ്ങളാവാം, ചർച്ചകളാവാം, അതിനകത്ത് ആത്യന്തികമായി നമ്മുടെ നാട് മുന്നോട്ട് പോകണം എന്ന പക്ഷത്തുള്ളൊരു പൊതുപ്രവർത്തകരാണ് ഞാൻ. വിദ്യാഭ്യാസ മേഖല വളരെ സങ്കീർണമാണ്. വിദ്യാഭ്യാസം തൊടുമ്പം കൈകൊള്ളും. വിദ്യാഭ്യാസ മേഖലക്കകത്ത് നയങ്ങൾ നടപ്പിലാക്കുന്നവർ ശരിയായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ പലപ്പോഴും കൈകൊള്ളിയിട്ടുണ്ട്. തീർച്ചയായും നയത്തിൻ്റെ പക്ഷത്ത് നിന്ന് അഭിപ്രായം പറയേണ്ട ആളല്ല ഞാൻ. കാരണം ഞാൻ 2 പക്ഷത്തും ഇല്ലാത്ത ആളാണ്. ഞാനൊരു അൺബയസ്ഡായി നടുവിലൂടെ നടന്നു പോകുന്ന ഒരാളാണ്. തീർച്ചയായും നയം നടപ്പിലാക്കുന്നവർ അവർ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യം. പക്ഷെ നമ്മൾ കാണേണ്ടത് വിദ്യാഭ്യാസ മേഖല വളരെ സജീവമായി ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടുന്ന കാലമാണ്. ഇവിടെ ഇപ്പം നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന, രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ, ഡിസ്റ്റോർട്ടിംഗ് ദ ഹിസ്റ്ററി, ചരിത്രത്തെ വക്രീകരിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ, ചരിത്രത്തെ വക്രീകരിക്കാൻ ശ്രമം നടക്കുന്നു. ചരിത്രത്തിനകത്ത് വർഗീയത കുത്തിവെക്കാൻ ശ്രമിക്കുന്നു. മതനിരപേക്ഷ രാഷ്ട്രമാണ് ഇന്ത്യ, മതനിരപേക്ഷ രാഷ്ട്രം. ആ മതനിരപേക്ഷ രാഷ്ട്രം എവിടേക്ക് പോകുന്നു? മതനിരപേക്ഷത എന്ന വാക്കിനർത്ഥം ഈ രാജ്യത്ത് ഏത് മതത്തിൽപ്പെട്ടവർക്കും വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും അവകാശമുണ്ടെന്നുള്ളതാണ്.
ഏത് മതത്തിലും വിശ്വസിക്കാം, നിങ്ങൾക്കൊരു മതത്തിലും വിശ്വസിക്കാതെ മുന്നോട്ട് പോകാം. അതാണ് ഈ രാജ്യം കൊടുക്കുന്ന പരിഗണന. നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിലാവാം എല്ലാം. 7 മതങ്ങളുണ്ട് ഇന്ത്യയിൽ. 7 മതങ്ങൾ ഇന്ത്യയിലുണ്ടല്ലോ. ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുണ്ട്. ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുമ്പോൾ ഈ ഭരണഘടന എങ്ങനെ ആയിരിക്കണമെന്ന തർക്കം നടന്നിരുന്നു. എങ്ങനെ ആരംഭിക്കണം? ഒടുവിൽ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഈ രാജ്യം സെക്യുലറായി രൂപപ്പെട്ടത്. നിർഭാഗ്യവശാൽ ഈ സെക്യുലർ രാഷ്ട്രത്തെ ഒരു തിയോക്രാറ്റിക് മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമം നടക്കുന്നു. നമുക്ക് PM പ്രൈം മിനിസ്റ്ററാണ്. മോഡി പ്രൈം മിനിസ്റ്റർ ആയത് CM-ൽ നിന്നുള്ള PM ആണ്. എന്താ CM? ചീഫ് മിനിസ്റ്ററാണ്. ചീഫ് മിനിസ്റ്റർ പ്രൈം മിനിസ്റ്ററായി. CM ടു PM, PM ടു CM അഗെയിൻ. ഈ CM ചീഫ് മിനിസ്റ്റർ ക്ലർജിമാനാണ്. മതപണ്ഡിതനെ പോലെ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലെ പൂജാരിയെ പോലെ ഈ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി നാം കണ്ടു. വളരെ ദയനീയമായ കാഴ്ച. ഞങ്ങൾ ഒരു അമ്പലത്തിനെയും എതിർക്കുന്ന ആൾ, വിശ്വാസികൾക്കും ഞങ്ങൾ ആരും എതിരല്ല. പക്ഷെ മതത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് വർഗീയതയായി മാറും. നിർഭാഗ്യവശാൽ മതത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്ലർജിമാനെ പോലെ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി 2024 ജനുവരി 22 രാമക്ഷേത്രത്തിൻ്റെ കോൺസിക്രേഷൻ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുമ്പം ഈ രാജ്യത്തെ പ്രധാനമന്ത്രി CM-ൽ നിന്ന് PM ആയെങ്കിൽ അദ്ദേഹം വീണ്ടും CM ആയി മാറി എന്നുള്ളതാണ്. അതുപോലെ വർഗീയത ഇവിടെ നിങ്ങൾ നോക്കണം. ഇപ്പോൾ കൂട്ടായ്മയുണ്ട് കുട്ടികളുടെ കലോത്സവങ്ങൾ എല്ലാ വേദിയിൽ, എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർക്ക് അവർക്ക് ഒത്തൊരുമിച്ച് ചേരാനും അവരുടെ സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദിയാണ് എല്ലാ മതത്തിൽപ്പെട്ടവർക്കും. ഇവിടെ ജാതിയുണ്ടോ? ഇല്ല. ഇവിടെ മതമുണ്ട്. കുട്ടികളെല്ലാം ഇപ്പോൾ നല്ല ഉല്ലസിച്ച് നടക്കുകയല്ലേ? ഈ ഒരു അന്തരീക്ഷത്തിലല്ലേ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്? ജാതി വന്നാലോ മതം വന്നാലോ, മതത്തിൻ്റെ പേരിൽ ചേരി തിരുന്നാൽ എന്ത് സംഭവിക്കും? മതത്തിൻ്റെ പേരിൽ ചേരി തിരിവ് വന്നാൽ ഈ രാജ്യം തകരും. ഈ കൂട്ടായ്മ ഇല്ലാതാകും. ഇവിടെ കൂടിയിരിക്കുന്നവരുടെ മതം എനിക്കറിയില്ല, ജാതി എനിക്കറിയില്ല. ഇതാണ് ഇന്ത്യ. വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ, വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ, അവരെല്ലാം യോജിപ്പിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. ഈ രാജ്യത്തെയാണ് മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി, അല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നല്ല, തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ആസൂത്രിതമായി തകർക്കാൻ ശ്രമിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരുപക്ഷെ വളരെ സറ്റൈറിക്കായ ഒരുപാട് പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു എൻ്റെ വിശ്വാസം. ഓരോ കാലഘട്ടത്തോടും സംവദിച്ചുകൊണ്ടാണ് കലോത്സവങ്ങൾ നടന്നിട്ടുള്ളത്. അതുപോലെ ഈ കാലഘട്ടത്തിൽ സംവദിച്ചുകൊണ്ടായിരിക്കും ഇവിടെ കലോത്സവം നടക്കുന്ന കാര്യത്തിലൊരു സംശയമില്ല. ഈ കാലഘട്ടത്തോട് സംവദിച്ചുകൊണ്ട് വർത്തമാനകാല ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ ഒരുപക്ഷെ കുട്ടികൾ സറ്റൈറായും മറ്റും ഇവിടെ അവതരിപ്പിച്ചിരിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ മഹിതമായ മതനിരപേക്ഷ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കണമെന്നുള്ളതാണ്. മഹിതമായ മതനിരപേക്ഷ പാരമ്പര്യം, ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാനാവണം. അത് നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ആ നിലയിലേക്കുള്ള ഒരു കലോത്സവ വേദിയാക്കി ഇതിനെ മാറ്റണം. കുട്ടികൾ ഒരു 20-21 വയസ്സുള്ള കുട്ടികളായിരിക്കും ഭൂരിഭാഗവും. 17-18 വയസ്സ് മുതൽ 21, 22, 23 വയസ്സ് നമ്മുടെ ഒരു തെറിക്കുന്ന പ്രായമാണ്. നല്ല രീതിയിൽ മത്സരങ്ങളോട് സമീപിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, സർഗാത്മകമായി ഒരു വേദിയാക്കി ഇതിനെ മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ക്രിയേറ്റിവിറ്റി പൂർണ്ണമായും പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വേദിയായി ഇത് മാറണം. ഈ ഗ്രാമത്തിലെ ജനങ്ങൾ എപ്രകാരമാണോ ഈ കലോത്സവത്തെ ഏറ്റെടുത്തത്, തിരിച്ചവരോട് അതേ രീതിയിൽ തന്നെ പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ക്യാമ്പസുകളിൽ ചില അരാജക പ്രവണതകൾ ശക്തിപ്പെടുന്നുണ്ട്. ആ അരാജക പ്രവണതകൾ അവസാനിപ്പിക്കണം. നിങ്ങൾ ചെറിയ പ്രായമാണ്, നിങ്ങൾ വഴിതെറ്റിപ്പോയാൽ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ ആ അരാജക പ്രവണതകളെ ഏതെങ്കിലും അധ്യാപകർ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ നമുക്ക് സാധിക്കണം. ക്യാമ്പസുകൾക്കകത്ത് ചെറിയ രീതിയിലെങ്കിലും തെറ്റായ അരാജക ശീലങ്ങൾ ശക്തിപ്പെടുന്നുണ്ട്. അതിനെ ശക്തിയുക്തം ചെറുത്തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ക്യാമ്പസുകൾക്കകത്ത് സജീവമായ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാവണം. അതേതുമാവട്ടെ, SFI ആവട്ടെ, KSU ആവട്ടെ, MSF ആവട്ടെ, ABVP ആവട്ടെ, ആർക്കും ആവാം. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടാവണം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ക്യാമ്പസുകളിൽ നിന്ന് പടിയടക്കി പിണ്ടം വെച്ചാൽ പിന്നെ അവിടെ പിടിമുറുക്കാൻ പോകുന്നത് അരാജക സംഘടനകളായിരിക്കും. പിന്നെ നടക്കാൻ പോകുന്ന ഗാങ് വാറുകളായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് ഒരു പ്രധാനപ്പെട്ട ക്യാമ്പസിൽ അടി നടന്നു.
അത് ഞങ്ങളുടെ നാടുമായി ബന്ധപ്പെട്ട ചിലരൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. രക്ഷിതാക്കൾ ഓടി വരികയാണ്, സങ്കടം പറച്ചിലാണ്. സങ്കടം പറഞ്ഞിട്ട് പറയണം സ്കൂളിൽ കോളേജിൽ സസ്പെൻഡ് ചെയ്ത് 100 ദിവസത്തേക്കാണ്. ഫൈനൽ ഇയർ വിദ്യാർത്ഥിയെ 100 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്താൽ പിന്നെ പഠിക്കാൻ പറ്റില്ല. രക്ഷിതാക്കൾ അറിയുന്നില്ല. ക്യാമ്പസിനകത്ത് പഠിക്കുന്ന കുട്ടി ഇവൻ എന്താ ചെയ്യുന്നത് രക്ഷിതാക്കൾ അറിയുന്നില്ല. ഗ്യാങ് വാറാണ്. കലോത്സവം നടക്കുന്നു, ഇതുപോലെ കലോത്സവം നടക്കുകയാണ്. ക്യാമ്പസിലെ ഫൈൻ ആർട്സിൻ്റെ അടിയാണ്, 2 ചേരിയായി തിരിഞ്ഞ്. അപ്പോൾ ഇപ്പോഴത്തെ ക്യാമ്പസിനകത്ത് ചെറിയ രീതിയിലെങ്കിലും ഗ്യാങ് വാറുണ്ട്. ആ ഗ്യാങ് വാറുകളെ പൂർണ്ണമായും നമുക്ക് ടീമൊക്കെ ഉണ്ടാവും. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ക്യാമ്പസ് ടീമുണ്ട്. അതൊന്നും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ച കുട്ടി ഒന്നിച്ച് ക്യാമ്പസിലേക്ക് വരുമ്പോൾ ഒരു ടീമായി നടക്കും, അത് കുറ്റമല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഗ്യാങ് കൾച്ചർ ക്യാമ്പസിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ഗ്യാങ് കൾച്ചർ രൂപപ്പെടുമ്പം അത് ക്യാമ്പസിനെ അരാജകത്വത്തിലേക്ക് നയിക്കും. ഒരു എനാർക്കി സ്വഭാവം ക്യാമ്പസിന് ഉണ്ടാകും. അതുകൊണ്ട് ശക്തമായി ക്യാമ്പസിനകത്ത് ശക്തിപ്പെടാൻ ശ്രമിക്കുന്ന ഗ്യാങ് കൾച്ചറിനെ, ക്യാമ്പസിനകത്ത് ശക്തിപ്പെടാൻ ശ്രമിക്കുന്ന ഡ്രഗ്സ് കൾച്ചറിനെ, അരാജക പ്രവണതയെ ചെറുതു തോൽപ്പിക്കാൻ സർവകലാശാല യൂണിയൻ മുൻകൈ എടുക്കണം. സർവകലാശാലകൾ മതനിരപേക്ഷതയ്ക്ക് പ്രാമുഖ്യം കൊടുക്കണം. അതോടൊപ്പം അവസാനം എനിക്ക് പറയാനുള്ള കാര്യം, പഠിക്കണം. നമ്മൾ ക്യാമ്പസിലെ വലിയ നേതാക്കന്മാരൊക്കെ ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മോശം കാര്യം എന്തായിരിക്കും എന്നറിയോ? ക്യാമ്പസിലെ വലിയ വമ്പനായി നടന്ന് അവസാനം സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് ആരും കാണാതെ കള്ളനെ പോലെ കയറുന്ന രംഗ. ജീവിതത്തിൽ ഏറ്റവും മൂടൗട്ട് കാലമാണത്. നിങ്ങൾ ക്യാമ്പസിനകത്ത് ഫുൾ ടൈം ബുക്ക് വേമായി ക്ലാസ്സിനകത്ത് ഇരിക്കണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ എന്തിനാണ് ക്യാമ്പസിൽ വന്നതെന്ന കാര്യം മറന്നു പോകാൻ പാടില്ല. ഒരു ചെറിയ വിഭാഗം ക്യാമ്പസിനകത്ത് വന്ന കാര്യം മറന്നു പോവാണ്. അവരെ ധാരണ ഞാൻ ജോലിയാക്കാൻ വന്നതാണ്. ഇങ്ങനെ ജോലിയാക്കി കളിച്ച് കുരുത്തക്കടൊക്കെ കളിച്ച് അവസാനം ഇയർ ഔട്ടാവും, പരീക്ഷ എഴുതാൻ കഴിയില്ല. ആ രീതിയിലേക്ക് പോകാൻ പാടില്ല. നല്ല രീതിയിൽ പഠിക്കാൻ കലോത്സവങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നത് നിങ്ങളുടെ കലാപരമായ ശേഷിയെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളുടെ പേഴ്സണാലിറ്റി വളർത്താനുമാണ്. നിങ്ങൾ ആത്യന്തികമായി പറയാനുള്ളത്, എല്ലാത്തിനും അപ്പുറത്ത് അവസാനം പറയാനുള്ളത്, നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം നിങ്ങൾ ജീവിക്കുന്നത് ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലാണ്, ഒരു മത്സരത്തിൻ്റെ ലോകത്താണ്. ആ മത്സരത്തിൻ്റെ ലോകത്ത് നിങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കണമെങ്കിൽ നല്ല രീതിയിൽ പഠിക്കാൻ കൂടി നിങ്ങൾക്ക് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞ്. കാരണം ഒരുപാട് ആൾ പ്രസംഗിക്കാനുണ്ട്. പിന്നെ അപ്പുറത്തിപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തിയത്. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക? ഞങ്ങളുടെ പ്രസംഗം നീണ്ടുപോയാൽ അവിടെ പ്രോഗ്രാം കമ്മിറ്റി ബുദ്ധിമുട്ടും. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും. ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഏർപ്പാടാക്കിയ സ്നേഹോപഹാരം നൽകുന്ന ചടങ്ങാണ്. സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി കലോത്സവ സംഘാടക സമിതി ചെയർമാൻ ശ്രീ CH കുഞ്ഞമ്പു MLA അവർകളെയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട സ്പീക്കറിനെയും ക്ഷണിക്കുന്നു. താങ്ക് യു സർ. സ്പീക്കറുടെ സാന്നിധ്യത്തിൽ നമ്മുടെ മുഖ്യാതിഥികളായി ഇവിടെ എത്തിച്ചേർന്ന ചലച്ചിത്ര താരങ്ങളായ ശ്രീമതി കുമാരി ചിത്ര നായർ, ശ്രീ ഉണ്ണിരാജ് ചെറുപത്തൂർ അവരെയും ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട സ്പീക്കർ. താങ്ക് യു സർ. താങ്ക് യു. അടുത്തതായി ചടങ്ങിന് ആമുഖ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ സീനിയർ പ്രൊഫസർ ബിജോയ് നന്ദൻ സാറിനെ ക്ഷണിക്കുന്നു. അഖില TP ചെയർപേഴ്സൺ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ, ഇന്നത്തെ ഈ ചടങ്ങിന് അധ്യക്ഷൻ വഹിക്കുന്ന ശ്രീ CH കുഞ്ഞമ്പു MLA, ആദരണീയനായ അഡ്വക്കേറ്റ് AN ഷംഷീർ, നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ, മറ്റ് മുഖ്യാതിഥികളായ നമ്മുടെ പ്രിയങ്കരായ MLA മാരായ രാജഗോപാൽ, ചന്ദ്രശേഖരൻ, നെല്ലിക്കുന്ന്, അഷ്റഫ്, പിന്നെ നമ്മളുടെ സിനി ആർട്ടിസ്റ്റ് ആയ ചിത്ര നായർ, ഉണ്ണിരാജ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ തീർച്ചയായിട്ടും അഖില എന്നെ DSSും നമ്മളുടെ നഫീസ ബേബിയും ഡോക്ടർ നഫീസ ബേബിയും അഖിലയും എന്നെ ഇങ്ങനൊരു ചടങ്ങിന് വരണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കിന്ന് നാളെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു നോബൽ സമ്മാനം നേടിയ ഒരു
ലോക പ്രശസ്തനായ ഒരു സയൻറ്റിസ്റ്റ് നാളെ യൂണിവേഴ്സിറ്റി വരികയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകളിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെല്ലാം കാണാൻ ഈ കൊച്ചു ഗ്രാമത്തിലായ മുന്നാടിൽ വന്ന് നിങ്ങളെ കാണണം, നിങ്ങളുമായിട്ട് ഈ കലോത്സവ വേദിയിൽ ഒന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഓടിയെത്തി. തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ 99 ഇതിലെ ആദ്യത്തെ ചെയർമാനായിരുന്നു ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ്റെ. അദ്ദേഹം പറഞ്ഞ വാക്കുകളിലെല്ലാം ഈ യൂണിവേഴ്സിറ്റിയുടെ ഉയർച്ചയും താഴ്ചയും അതിൻ്റെ സ്പന്ദനവും അതിൻ്റെ മികവുകളും എല്ലാം അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും പറഞ്ഞു. ഞാനതിൽ അതിൽ കൂടുതൽ പറയേണ്ടതില്ല. പക്ഷേ നമ്മളെല്ലാവരും ഓർക്കണം, കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് ഈ കലോത്സവങ്ങൾ നിങ്ങളെ എല്ലാവരുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേഷനും യൂണിവേഴ്സിറ്റിയുടെ ടീച്ചിങ് വിഭാഗങ്ങളും യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികളും എല്ലാം അകമഴിഞ്ഞ് ഞങ്ങളുടെ DSSൻ്റെ കൂടെ നിന്ന് ഇത് വളരെ ഉന്നതിയിലെത്തിക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഏറെ ദിവസം അതിനുള്ള സാമ്പത്തികവും അതിനല്ലാതെ വ്യക്തി സഹായങ്ങളും എല്ലാം നമ്മൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഇന്ന് നടക്കുന്ന യൂണിയൻ്റെ ഈ കലോത്സവത്തിൻ്റെ ഇന്നത്തെ സ്റ്റേജ് പ്രോഗ്രാമുകൾ ഉദ്ഘാടനത്തോടെ അതിൻ്റെ പാരമ്യത്തിൽ എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ ചെറുതും വലുതുമായ 117 കോളേജുകളുണ്ട്. ഈ കോളേജുകളെല്ലാം ചെറുതും വലുതുമായ കോഴ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മളുടെ കേരള ഗവൺമെൻറ്റും ദേശീയ തലത്തിൽ അംഗീകരിച്ച നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ഈ പോളിസിയിൽ നമ്മൾ നിന്നുകൊണ്ട് കാണുമ്പോൾ കുട്ടികളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്, കലയും അവരുടെ അഭിരുചിയും വളർത്തുന്നത് തീർച്ചയായിട്ടും പുതിയ നയത്തിൽ, വിദ്യാഭ്യാസ നയത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടിരിക്കുന്നു. നമ്മൾ മുമ്പ് നോക്കുമ്പോൾ കല പഠിക്കുന്നത് ഒരു മോശമായിട്ടുള്ളൊരു കാലം, സ്പോർട്സ് പഠിക്കുന്ന ഒരു മോശമായിട്ടുള്ള വീക്ഷണമായിരുന്നു. അല്ല, ഇനിയും വരാൻ പോകുന്ന കാലത്ത് കുട്ടി പഠിക്കുന്നതിലും നമ്മളെ ഒരു വർഷത്തിൽ ഇതുപോലുള്ള യൂണിയൻ പ്രവർത്തനത്തിൽ കൂടെ നമ്മൾ അഭിരുചി കലാപ്രകടനങ്ങൾ ഇതുപോലുള്ള വേദികളിൽ നടത്തുന്നതിൽ കൂടാതെ അവൻ്റെ പഠനത്തിലും കലയും അതിൻ്റെ കൂടാതെ അവൻ്റെ അഭിരുചി അനുസരിച്ച് പഠിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇനി നമ്മളുടെ പുതിയ വിദ്യാഭ്യാസ നയം. ആ നയത്തിൽ അവന് മേജർ പ്രോഗ്രാംസും മൈനർ പ്രോഗ്രാംസിലും കലയും കൂടെ എടുക്കാം. അവനെ വാദ്യമേളം എടുക്കാം, ഡാൻസ് പഠിക്കാം, മ്യൂസിക് പഠിക്കാം. ഇതെല്ലാം മൈനർ സബ്ജക്ട്സ് ആയിട്ട് അവന് മുന്നോട്ട് പഠിക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം നേരത്തെ ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞ പോലെ അവൻ്റെ ഉന്നതമായിട്ട് ചിന്തകളും അവൻ്റെ നല്ല പഠിത്ത രീതികളും അവൻ്റെ ദുഷിച്ച മനസ്സുകളും ദുഷിച്ച ഒരു ചിന്തകളും വരാത്ത രീതിയിൽ നല്ല നല്ല ചിന്തകളും നല്ല നല്ല ആശയങ്ങളും നല്ല നല്ല കാഴ്ചപ്പാടുകളും ഉണ്ടാവാൻ വേണ്ടി ഉള്ള ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റാണ് ഇന്ന് കാണുന്ന ഈ കലോത്സവങ്ങൾ മാറും തീർച്ചയായിട്ടും. അത് നമ്മുടെ പാഠ്യപദ്ധതി കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ പാഠ്യപദ്ധതിയിൽ കൂടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മളുടെ ജനങ്ങളുടെയും നമ്മളുടെ കുട്ടികളുടെയും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന ഈ കലോത്സവ വേദി നാളെ അത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നു. ഇത് കഴിഞ്ഞു, നമ്മളെല്ലാം ഈ ആരവവും കഴിഞ്ഞു, നമ്മളെല്ലാം വീട്ടിലേക്ക് മടങ്ങുന്നു. അല്ല, നാളെ ഇതിൽ മികവ് തേടിയവരെ അവർക്ക് നമ്മുടെ പാഠ്യപദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തി മുമ്പോട്ട് പോകാൻ പറ്റും. അവർക്ക് നാളെ ഫിസിക്സ് എടുത്തവരായിരിക്കും BSc 4-year ഡിഗ്രി കോഴ്സ്. പക്ഷേ അവന് മൈനറായിട്ട് ഒരു ആർട്സ്, അവന് പെയിൻറ്റിങ്ങിലായിരിക്കും താല്പര്യം, അവന് ഡാൻസിലായിരിക്കും താല്പര്യം. അതിലൊക്കെ അവന് മൈനറായിട്ടെടുത്ത് അതിൻ്റെ സ്റ്റഡി വേറെ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെടുത്ത് അവന് മുന്നോട്ട് പോകാം. അവന് ചിലപ്പം 4ാമത്തെ വർഷം അതിൽ ഗവേഷണം ചെയ്യാനായിരിക്കും താല്പര്യം. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ, അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ അവൻ ക്രോസ് ഡിസിപ്ലിനറി അവൻ്റെ ആശയങ്ങൾ ആകാശത്തോളം എത്തുകയാണ്. അവൻ എന്തും ചിന്തിക്കാം, ഏത് തലത്തിലും അവൻ ചിന്തിച്ച് ക്രിയാത്മകമായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഉയരാനുള്ള ഒരു വിദ്യാഭ്യാസ നയമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് വിദ്യാർത്ഥികളും മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും ഈ കൊച്ചു ഗ്രാമത്തിലെ ഓരോരുത്തരും ഞാൻ ഈ സംസാരിക്കുമ്പോൾ കേൾക്കുന്നത്. നമ്മൾ വിദ്യാഭ്യാസവും കലയും എല്ലാം കൂടെ ചേർത്ത് കൊണ്ടുപോകുന്നൊരു സംരംഭം ആണ് പുതിയ വിദ്യാഭ്യാസ നയം. അതിൽ നമ്മളുടെ കേരള ഗവൺമെൻറ്
അഹോരാത്രം നമ്മളുടെ യൂണിവേഴ്സിറ്റിയുടെ എൻ്റെ കൂടെയുള്ള ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ഓരോരുത്തരും ഉണ്ട് ഇവിടെ എൻ്റെ കൂടെ. അവരെല്ലാവരും എൻ്റെ കൂടെ തന്നെ നിന്ന് പ്രവർത്തിച്ച് അതിനെ മികവറ്റ രീതിയിൽ ഫൗണ്ടേഷൻ കോഴ്സ്, ചെറിയ ചെറിയ കോഴ്സുകളിൽ ഉന്നതിയിലെത്തിക്കാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ കലോത്സവം ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്നു. എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്ന പല രീതികളുണ്ട്. നമ്മുടെ മുന്നാട് പോലുള്ള ചെറിയ ഗ്രാമത്തിൽ നമ്മുടെ ഈ കലോത്സവം 141 ഇനങ്ങളിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് നടക്കുന്നത്. ഈ 141 ഇനങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയുടെയും ഒരു കലോത്സവത്തിലും ഇത്ര ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ കന്നഡയുണ്ട്, തുളുവുണ്ട്, പല ഭാഷകളിൽ നിന്ന് നമ്മുടെ ഇൻറ്റിഗ്രേറ്റഡ് നാഷണൽ ഇൻറ്റിഗ്രേഷൻ, മതം, ജാതി ഒന്നുമില്ല. നമ്മളെല്ലാം ഒരുമയുടെ സ്വരത്തിലാണ് ഈ കലോത്സവ വേദികളിൽ നമ്മൾ കാണുന്നത്. നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞ പോലെ ആ താളവും ഈണവും ഓളവും എല്ലാം നമ്മുടെ ഈ കലോത്സവത്തിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. അത് കാണാം നമ്മളുടെ കുട്ടികളുടെ മനസ്സിൽ. ആ സ്പിരിറ്റ്, ആ ബന്ധം, ആ ഒരു കാഴ്ചപ്പാട് നിങ്ങളത് ഊട്ടി ഉറപ്പിക്കേണ്ടതാണ്. അതിൽ ജയം കാണും, പരാജയമുള്ളവർ കാണും, അതിലൊടുവിൽ നമ്മൾ ജയിച്ചവർ കാണും. പക്ഷേ അത് നമ്മളുടെ ഒരു ദിവസത്തെ ഒരു പ്രക്രിയയായിട്ട് കാണാവൂ. അതിൽ ഇന്ന് ജയിക്കുന്നവർ നാളെ തോക്കാം. പക്ഷെ ഇത് കാര്യമല്ല. അവരുടെ സ്പിരിറ്റാണ്. ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ വിദ്യാഭ്യാസ അഭിരുചിയും അവൻ്റെ കലയോടുള്ള, കാരണം ഞാനൊരു എക്സാമ്പിൾ പറയാം. നാളെ കണ്ണൂർ യൂണിവേഴ്സിറ്റി വിസിറ്റ് വരുന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരു നോബൽ ലോററ്റ്, 2022 നോബൽ കെമിസ്ട്രിയിൽ നോബൽ ലോററ്റ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രമെല്ലാം മനസ്സിലാക്കി. ക്ലിക്ക് കെമിസ്ട്രിയിൽ ഉന്നതമായ പഠനം നടത്തി അദ്ദേഹത്തിന് നോബൽ സമ്മാനം നേടിയതാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടെ ഇന്ന് ഉണ്ടായിരുന്നു. നമ്മുടെ കാസർഗോഡ് ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഗസ്റ്റാണ് അദ്ദേഹം. അതിൽ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തിനെ മനസ്സിലാക്കി, അദ്ദേഹം ഒരു വലിയ കലാകാരനും കൂടാണ്. നോബൽ സമ്മാനം നേടി, പക്ഷെ ഒരു വലിയ കലാകാരനാണ്. അദ്ദേഹം ഒരു നല്ല ആർട്ടിസ്റ്റാണ്, നല്ലൊരു പെയിൻറ്ററാണ്. അവിടാണ് വ്യത്യസ്തം. ഒരിക്കലും നല്ലൊരു ആർട്ടിസ്റ്റ് പഠനത്തിലും മികവുള്ളവരാണ്. ആ പഠന മികവും ഇതാണ് നമ്മളുടെ യൂണിവേഴ്സിറ്റിയുടെ കാഴ്ചപ്പാടുകളും ഗ്രോത്തും ഉയർച്ചയും. ആ ഉയർച്ചയിൽ കൂടാണ് നമ്മളിന്ന് കുട്ടികളെ ഉയർത്തി അവളെ വാർത്ത് ചെറുതിലെ തന്നെ കൊച്ചുകുട്ടികളെ, അപ്പം നേരത്തെ ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞ പോലെ 12, 13, 16 വയസ്സാകുമ്പോഴത്തേക്ക് അവൻ +2 കഴിഞ്ഞു. അവൻ ഇന്ന് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലോട്ട് കയറി അവൻ 4 ഇയർ കോഴ്സിലേക്ക് കയറി. 4 ഇയർ കോഴ്സ് ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സ് വരുവാണ്. 4 ഇയർ 4ാമത്തെ വർഷം കഴിഞ്ഞ് അവന് റിസർച്ചിലേക്ക് പോവാം. അന്നേരം അവന് ഇഷ്ടമുള്ള കലയാണെങ്കിൽ കലയിലോട്ടും പോവാം, കല അഭിരുചിയുള്ള കുട്ടികളാണെങ്കിൽ. അപ്പോൾ ആ മാറ്റങ്ങളിൽ കൂടെ ഞാൻ ഇന്നലെ മനസ്സിലാക്കുന്നത്, ഈ വലിയൊരു പ്രഗത്ഭനായ നോബൽ സമ്മാനം നേടിയ ഒരു വ്യക്തി പോലും അദ്ദേഹത്തിൻ്റെ വേറൊരു സൈഡിലുള്ള ഒരു കലാപരമായിട്ടുള്ള സൃഷ്ടികൾ, അനേകം കലാപരമായിട്ടുള്ള സൃഷ്ടികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളെ എവിടേക്ക് എത്തിക്കുന്നു? അതായത് നമ്മളുടെ ഇതുപോലുള്ള കലോത്സവങ്ങൾ നമ്മുടെ ഒരു ബന്ധം, നമ്മുടെ സ്നേഹം, നമ്മുടെ ഒരു കാഴ്ചപ്പാടുകളും നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളെ രൂപീകരണത്തിന് ഏറ്റവും അധികം സഹായിക്കുന്നു. അതുകൊണ്ട് ഈ കലോത്സവത്തിൽ എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഇനി ഈ കലോത്സവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്സരിക്കുന്നവരെല്ലാം തമ്മിൽ ജയവും പരാജയവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ആരും നോക്കരുത്. അതെല്ലാം മുമ്പോട്ട് ഒരു വർണ്ണങ്ങൾ, പല വർണ്ണങ്ങൾ, ജീവിതത്തിലെ വർണ്ണങ്ങളായിട്ട് നിങ്ങൾ കണ്ടിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ കലോത്സവത്തിലെ സംഘാടകർ തീർച്ചയായിട്ടും ഈ മുന്നാട് പീപ്പിൾസ് കോളേജ്, അതുകൂടാതെ അഹോരാത്രം ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന നമ്മുടെ യൂണിയൻ ഭാരവാഹികളെ, ഇവരെല്ലാം തീർച്ചയായിട്ടും അവരെ ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ തന്നെ അർഹിക്കുന്നു. കാരണം തീർച്ചയായിട്ടും അവർക്ക് നമ്മളൊരു നല്ല കയ്യടി കൊടുക്കണം. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി കലോത്സവ സംഘാടക സമിതി ഒരുക്കിയ സ്വാഗത നൃത്തശില്പം അവതരിപ്പിച്ച വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹോപഹാരം ആണ്. സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി ചടങ്ങിൻ്റെ മുഖ്യാതിഥി ശ്രീ എം രാജഗോപാലൻ MLA സാറിനെ ക്ഷണിക്കുന്നു. അനുമോദനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പേര് വിളിക്കുന്നവർ വേദിയിലെത്തിച്ചേരുക. സ്വാഗതഗാനം ആലപിച്ച ശ്രീ രാകേഷ് പറയമ്പള്ളം. സംഗീതശില്പം അണിയിച്ചൊരുക്കിയ ശ്രീ രാമചന്ദ്രൻ വേലാശ്വരം. സംഘാടക സമിതി ഏർപ്പെടുത്തിയ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാഗതഗാനം എഴുതി ചിട്ടപ്പെടുത്തിയ ശ്രീ രാമചന്ദ്രൻ.
സ്വാഗതഗാനം എഴുതിയ സി രാമചന്ദ്രൻ. സംഗീത ശില്പത്തിൽ പങ്കെടുത്ത ആര്യനന്ദ കെ ബി, തന്മയ സതീശൻ, സ്വാതി കൃഷ്ണ എ, നന്ദന എസ്, രേവതി മഹേഷ്, ഐശ്വര്യ കെ, തീർത്ഥ കെ, അനഘ എം, സഞ്ജന എസ് ആനന്ദ്, വർഷ രവീന്ദ്രൻ, വിദ്യ കെ ബി, പ്രഫുല്ല ദിനേശ്, ശീതൾ കെ, അനഘ കെ. ഓർക്കസ്ട്രേഷനില്ലേ നിതീഷിനില്ലേ? കഴിഞ്ഞു നിതീഷിനില്ല, ഞാനറിയാം ഇവരാണ്. വേഗം ഉണ്ടോ മോളെ? എക്സ്ട്രാ ഉണ്ടോ? വേഗം ഉണ്ടോ? ഓർക്കസ്ട്രേഷൻ നിതീഷ് ബേടകം. ഇതന്നെ ഓർക്കസ്ട്രേഷൻ നിതീഷ് ബേടകം. ഗാനം ആലപിച്ച നീതു രാഗേഷ്. താങ്ക് യു സർ. സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ എം രാജഗോപാലൻ MLA അവർകളെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ CH കുഞ്ഞമ്പു MLA, നമ്മുടെ സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സ്പീക്കർ ശ്രീ N ഷംസീർ, ആമുഖഭാഷണം നടത്തിയ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ കൂടിയായ പ്രൊഫസർ ബിജോയ് നന്ദൻ സാർ, വേദിയിലുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ TP അഖില, യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി T പ്രദീപ്, വേദിയിലുള്ള സമാദരണീയരായ വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, കലോത്സവം വളരെ ശ്രദ്ധേയവും വർദ്ധിത ജനപങ്കാളിത്തം കൊണ്ടും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സംഘാടന മികവ് കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം തന്നെ ശ്രദ്ധ പിടിച്ചു വരികയാണ്. ഞാനൊരു MLA ആയതുകൊണ്ടാണ് ഈ കലോത്സവ ചടങ്ങിലേക്ക് ക്ഷണിച്ചതെങ്കിലും ഞാൻ ഈ കലോത്സവത്തിൽ അല്ലെങ്കിൽ ഈ ചടങ്ങിൽ വരാൻ ആഗ്രഹിച്ചത് നേരത്തെ ഷംസീർ പറഞ്ഞതുപോലെ എൻ്റെ വിദ്യാർത്ഥി ജീവിതകാലത്ത് ഒരു ഇൻ്റർ സോണും 2 A സോണും ഒരു ജില്ലാ പാരലൽ കോളേജ് കലോത്സവം, അങ്ങനെ ഒരു കലോത്സവ പരമ്പര ഉണ്ടായിരുന്നു. 86-87 ഞാൻ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പ്രദീപ് കുമാറായിരുന്നു അന്ന് ചെയർമാൻ. അന്ന് ഞങ്ങളുടെ മുഖ്യ എതിരാളിയായി ഞങ്ങൾക്കെതിരെ മത്സരിച്ചത് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതൃനിരയിലുള്ള AICCയുടെ പ്രധാന വക്താവ് ശ്രീ KC വേണുഗോപാലനായിരുന്നു. പക്ഷേ നമ്മൾ ആ മുന്നണിയെ തോൽപ്പിച്ചു. SFI ഉജ്ജ്വല വിജയം നേടിയ തെരഞ്ഞെടുപ്പായിരുന്നു അത്. MSF SFIയുടെ മുന്നണി വിട്ടതിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു. അന്ന് ഒരു ഇൻ്റർ സോൺ സർവകലാശാല കലോത്സവത്തിലേക്ക് എത്തണമെങ്കിൽ 5 മത്സരങ്ങൾ പിന്നിടണം, സോണലുകളായിട്ടാണ്.
7 ജില്ലകളാണ് അന്ന് കാലിക്കറ്റ് സർവകലാശാല കീഴിൽ. കണ്ണൂർ, വയനാട്, കാസർഗോഡ് കൂടെ ഒരു സോണാണ് എ സോൺ. എ സോൺ, ബി സോൺ, സി, ഡി, ഇ ഇത്രയും സോണിൽ കലോത്സവം കഴിഞ്ഞതിന് ശേഷമാണ് യൂണിവേഴ്സിറ്റി ഇൻ്റർ സോൺ കലോത്സവം നടക്കുക. ഈ കലോത്സവത്തിലുള്ളൊരു പ്രത്യേകത ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥി യൂണിയനായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. അവരുടെ സംഘാടന മികവും ശേഷിയും വ്യക്തിത്വ വികാസവും എല്ലാം വർദ്ധിപ്പിക്കാൻ കഴിയും. പൊതുജനാധിപത്യ വേദികളിലൂടെ ഉയർന്നു വന്ന വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച് പൊതു ജനാധിപത്യ വേദികളിലെല്ലാം ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ള പലരുമാണ് ഇന്ന് പല രംഗങ്ങളിലും നമ്മുടെ സമൂഹത്തിൽ മുൻനിരയിലുള്ളത്. മുന്നാട് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായ വേദികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ബഹുസ്വരതയും മാനവീയവും മൈത്രിയും സമഭാവനയും അനുകമ്പയും അൻപും അങ്ങനെ വളരെ പ്രസക്തമായ കാലോചിതമായ പേരുകൾ നൽകിക്കൊണ്ടാണ് ഇവിടെ മത്സരവേദികൾ ഒരുക്കിയിട്ടുള്ളത്. ബഹുസ്വരതയിലാണ് നമ്മുടെ ഈ ഉദ്ഘാടന സെഷൻ നടക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് രാജ്യത്തിൻ്റെ ബഹുസ്വരത. ബഹുസ്വരത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ക്യാമ്പസുകളിലെ വർത്തമാനകാല യുവത്വത്തെ ശക്തമായ ദിശാബോധം നൽകിക്കൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കർ സൂചിപ്പിച്ചതുപോലെ മതനിരപേക്ഷ മനസ്സ് ശാക്തീകരിച്ച് മാനവികതയുടെ കൊടിക്കൂർ ഉയർത്തിപ്പിടിച്ച ക്യാമ്പസുകളിൽ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരുമയുടെയും എല്ലാം വഴികളിലൂടെ ലക്ഷ്യബോധത്തോടെ വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിക്കാൻ വിദ്യാർത്ഥികളോട് പ്രതിബദ്ധതയുള്ള സർവകലാശാല യൂണിയനുകൾക്ക് കഴിയേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെ സർഗാത്മകവും രചനാത്മകവുമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കാൻ നടത്തുന്ന ഇതുപോലെയുള്ള കലോത്സവങ്ങൾ വർത്തമാനകാലത്ത് സാംസ്കാരിക രംഗത്ത് പുതുതായി ഉയർന്നു വരുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കുന്നതിനുള്ള സന്നാഹത്തിൻ്റെ ഭാഗമായിട്ട് കൂടി പ്രതിരോധത്തിൻ്റെ കോട്ട പണിയാൻ വിദ്യാർത്ഥി സമൂഹത്തെ കൂടി നമുക്ക് അണിനിരത്താൻ കഴിയണം. ആവിഷ്കാര സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട VC സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 141ഓളം ഇനങ്ങളിലായി 5000ഓളം കലാപ്രതിഭകൾ ഇവിടെ മാറ്റുരയ്ക്കുകയാണ്. മത്സരവേദികളിലെത്തുന്ന മുഴുവൻ പ്രതിഭകളെയും അനുമോദിച്ചുകൊണ്ട് അഭിവാദിച്ചതുകൊണ്ട് ഈ കലോത്സവം വളരെ ഭംഗിയായി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടക സമിതി ഭാരവാഹികളെയും സർവോപരി യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാരവാഹികളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അഭിവാദനങ്ങൾ. താങ്ക് യു. മുഖ്യാതിഥി പ്രശസ്ത ചലച്ചിത്ര താരം മിസ് ചിത്ര നായർ. എല്ലാവർക്കും നമസ്കാരം. സർഗാത്മകതയുടെയും പ്രതിഭയുടെയും അതുപോലെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെയും ഒത്തുചേരലായ കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിനെന്നെ ഇവിടേക്ക് ക്ഷണിച്ച കോളേജ് യൂണിയൻ ഭാരവാഹികളോടും അതുപോലെ തന്നെ കോളേജ് അധികൃതരോടും നിങ്ങളെല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുന്നു. കൂടാതെ ഈ വേദി എൻ്റെ വ്യക്തിപരമായി എനിക്ക് ഒരുപാട് സന്തോഷം ഏറെ തരുന്നത് കാരണം ഒരു കാലത്ത് കലോത്സവത്തിൽ നിറസാന്നിധ്യമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിരാജേട്ടൻ അതുപോലെ തന്നെ മറ്റ് വിശിഷ്ട വ്യക്തികൾ ഇവരുടെ കൂടെയൊക്കെ ഈ സന്തോഷത്തിലെ ഒരു ഭാഗമാവാൻ പറ്റി. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അത്. അതുപോലെ തന്നെ കലോത്സവ വേദികൾ അത് പങ്കെടുക്കാൻ പറ്റുക ഞാൻ പഠിച്ച കാലത്തൊന്നും സാഹചര്യം കൊണ്ട് എനിക്ക് പറ്റിയിരുന്നില്ല. പക്ഷേ അതിന് സാധ്യമായി തന്നത് എൻ്റെ ആ ഒരു സിനിമ തന്നെയാണ്. ആ സിനിമയുടെ ഭാഗമായി ആ ഒരു ക്യാരക്ടർ എല്ലാവരും സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ ഇതുപോലെയുള്ള കുറച്ച് കോളേജുകളിലും അങ്ങനെ അവിടെ എത്തിച്ചേരാൻ ഇതുപോലുള്ള പരിപാടികളിൽ പങ്കെടുക്കാനും നിങ്ങളുടെ ആ സന്തോഷവും കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടറിയാനും പറ്റിയത്. ആ ഒരു കോളേജിൻ്റെ സുവർണ്ണ കാലഘട്ടമൊന്നും അനുഭവിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ അനിയന് ഉണ്ണിരാജ് ചേട്ടൻ്റെ ഒരു ശിഷ്യയാവണമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിന് സാധിച്ചത് എൻ്റെ അനിയനിലൂടെയാണ്. അരുൺ അവൻ ഒരു കാലത്ത് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ അതിൽ വിജയിച്ചത് ഉണ്ണിയേട്ടൻ കാരണമാണ്. അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ആ ഒരു മെമ്മറീസ് എല്ലാം ഉണ്ട് ഇവിടെ ഈ സ്റ്റേജിലിരിക്കുന്ന സമയത്ത്. അതുപോലെ ഈ വേദിയിൽ ഇവിടെ ഇരിക്കാൻ കാരണമായ എൻ്റെ ആ സിനിമയുടെ ഡയറക്ടർ സർ എല്ലാവരും ഏത് വേദിയിൽ ഞാൻ ഓർക്കും. ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വേദി സ്റ്റേജും മൈക്കും ഒക്കെ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല എനിക്ക്. അത് ഇത്രയും വലിയ ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അത് ക്ഷമിക്കുക. എൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സിനിമ നിങ്ങൾ അംഗീകരിച്ചു, അതുകൊണ്ട് തന്നെ ആ സുമലത ടീച്ചർ നിങ്ങൾ അംഗീകരിച്ചു, അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരാൻ പറ്റി. ആ ഒരു ചെറിയ സന്തോഷം ഞാൻ സ്റ്റേജിൽ കയറാനും
എന്താ പറയുക, കലാപരമായി ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഉണ്ണിയേട്ടൻ ഞങ്ങൾ സ്വാഗത നൃത്തം ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഉണ്ണിയേട്ടൻ എന്നോട് പറഞ്ഞു, എനിക്കിങ്ങനെ ആവേശം വരുന്നുണ്ടാവുമല്ലേ സ്റ്റേജിൽ കയറാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മൈക്ക് കാണുമ്പോൾ എനിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ കയറേണ്ടത് മൈക്കിൽ സംസാരിക്കാനല്ലേ, അതെന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷേ എങ്ങാനും ഒരു പാട്ടൊക്കെ വെച്ച് 2 സ്റ്റെപ്പ് തുള്ളാൻ പറഞ്ഞാൽ അതിന് എന്നെക്കൊണ്ട് പറ്റുമായിരിക്കും. പ്രൊഫഷണലി പഠിക്കാത്തതിൻ്റെ ഒരുപാട് അപാകതകളും ഉണ്ട്. പക്ഷെ ഉണ്ണിയേട്ടൻ എന്നെ ആദ്യമായി കാണുന്നത് ഉണ്ണിയേട്ടൻ വേദിയിലിരിക്കുന്ന സമയത്ത് ഞാനൊരു ഡാൻസ് ചെയ്യുമ്പോഴാണ്. ആ ഒരു മെമ്മറി നമ്മൾ ഷെയർ ചെയ്തു. ഈ ഉണ്ണിയേട്ടൻ്റെ കൂടെ ഞാൻ വേദി ഷെയർ ചെയ്യുക. ഈ ഉണ്ണിയേട്ടനെ പറ്റി ഒരുപാട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പോലെയുള്ള ചെറിയ ചെറിയ കലാകാരന്മാർക്ക് ഒരു എന്താ പറയുക, മാതൃക തന്നെയാണ് ഉണ്ണിയേട്ടൻ. നമ്മളെ പോലെയുള്ള ഈ ഒരു മലയോരം ഇതുപോലെയുള്ള മലബാർ ഏരിയയിൽ നിന്ന് എത്രയോ ഉയരങ്ങളിൽ എത്തിയിട്ടും ഇപ്പോഴും സിംപ്ലിസിറ്റി, ആ ഒരു സിംപ്ലിസിറ്റി ഞാൻ കണ്ടുപഠിച്ചത് എൻ്റെ സ്വന്തം ഉണ്ണിയേട്ടൻ്റെ കൂടെ തന്നെയാണ്. ഒരുപാട് എവിടെ പോയാലും അഖിലേഷ് ചേട്ടൻ, ഉണ്ണിയേട്ടൻ, ഇങ്ങനെയൊക്കെയെല്ലാം അറിയപ്പെടുന്ന ഉണ്ണിയേട്ടൻ നമ്മുടെ നാടിൻ്റെ അഭിമാനം തന്നെയാണ്. ആ ഉണ്ണിയേട്ടൻ്റെ കൂടെ വേദി ഷെയർ ചെയ്യാൻ പറ്റിയതിൻ്റെ ആ ഒരു സന്തോഷം തന്നെയാണ് എൻ്റെ വാക്കുകളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ആരൊക്കെ സിനിമ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾക്ക് വേണ്ടി എനിക്ക് യാതൊരു ചമ്മലും ഇല്ലാത്ത എന്നെ ഞാനാക്കിയ ആ ഡയലോഗ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയും. വേറെ കൂടുതൽ വിശേഷങ്ങളൊന്നും എനിക്ക് പറയാനില്ല. പറയട്ടെ. സുരേഷ് ഏട്ടന് ഒരു തിരക്കും ഉണ്ടായിട്ടാ വീട്ടിൽ പോയിട്ട്, എനിക്ക് അത്രയും ഉണ്ടായിട്ടാ. അതുകൊണ്ട് തന്നെ നല്ലോണം വിലയാണ് സുരേഷ് ഏട്ടൻ വണ്ടി എടുത്തിട്ടുണ്ടായിന്. ഒരു 20-25. അല്ലാണ്ട് ഈ വക്കീലിൻ്റെ സൗകര്യത്തിന് വണ്ടി ഓടിക്കാനൊന്നും എൻ്റെ സുരേഷ് ഏട്ടനെ കിട്ടൂല. സുരേഷ് ഏട്ടൻ ഭയങ്കര കെയറിങ് ആണ്. അതാണ് സുരേഷ് ഏട്ടൻ ലൈൻ. സ്ലോ സ്റ്റഡി വിൻസ് ദ റേസ്. അതാണ് എൻ്റെ ലൈൻ. ദൈവം സഹായിച്ച് അതേ ഡയറക്ടറിൻ്റെ അടുത്ത മൂവിയിൽ നായികയായിട്ട് അഭിനയിച്ചു. 110 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞു. അത് മെയിൽ റിലീസാവാൻ പോകുന്നുണ്ട്. ഇനിയൊരു അവസരം ഉണ്ടെങ്കിൽ അടുത്ത കലോത്സവത്തിലും ഞാനിവിടെ വരും. ഇത്രയും എത്തിച്ചില്ലേ ദൈവം. ഒരു പരിപാടിയിലും പങ്കെടുക്കാതെ, സ്റ്റേജിൽ ഒരു സമ്മാനവും വാങ്ങാതെ, എൻ്റെ അനിയൻ സമ്മാനം വാരി കൂട്ടിയ ആ ഷോക്കേസിൽ ഇപ്പം എൻ്റെ സമ്മാനങ്ങളാണ് നിറച്ചുള്ളത്. അത് ഈ പ്രായത്തിൽ. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ആഗ്രഹം സത്യമായിരുന്നത് കൊണ്ടാണ് എനിക്കത് നേടിയെടുക്കാൻ പറ്റിയത്. ഈ പ്രായത്തിലും ഒരുപാട് ഞാനതിന് പരിശ്രമിച്ചു. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കുട്ടികൾക്കും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. അവർ വിദ്യാഭ്യാസം മാത്രമല്ല, വിദ്യാഭ്യാസം അക്ഷരാഭ്യാസം ആക്കാതെ നല്ല മനുഷ്യനായി എല്ലാവരും മുന്നോട്ട് പോവുക. അതുപോലെ കലാപ്രതിഭകളെ കണ്ടെത്തുന്നതിൽ അതിൽ രാഷ്ട്രീയത്തിൻ്റെയോ പണത്തിൻ്റെയോ ഒന്നും ഒരു സ്വാധീനം ഇല്ലാതിരിക്കുക. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഞാൻ അനുഭവത്തിലൂടെ പഠിച്ചതിൽ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഇന്ന് ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കലോത്സവ വേദി നമ്മുടെ പ്രാചീന പരമ്പരാഗത കലകളെയും സംരക്ഷിക്കുന്നു. അതിന് ഉത്തമ ഉദാഹരണം നമുക്ക് സ്വാഗത ഡാൻസിൽ നമ്മൾ കണ്ടു. വിവിധ എല്ലാ കലകളും ഉൾപ്പെടുത്തി അത് കാണാൻ ഇങ്ങനെയുള്ള കലോത്സവങ്ങളിലൂടെ നമുക്കത് വീണ്ടും തിരിച്ചു കിട്ടുന്നുണ്ട്. നിങ്ങളെ സുഹൃത്തുക്കളൊക്കെയാണ് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നത്. അപ്പം ഒന്നാമത് എത്തുക എന്നല്ല, അവർ പെർഫോം ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ആവട്ടെ, ഒരുപാട് കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഈ കയ്യടിയായിരുന്നു അവരുടെ എന്താ പറയുക, ഞാൻ എത്ര വേദിയിൽ എത്ര പൊട്ടത്തരത്തിലെല്ലാം പ്രസംഗം എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഇൻട്രാക്ഷൻ മാത്രം. പക്ഷേ ഇപ്പം കുറച്ച് ധൈര്യം വന്നു. പക്ഷെ ഇന്ന് എനിക്ക് ധൈര്യമെല്ലാം പോയി. ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ, കുറേ കുട്ടികളൊക്കെ കാണുമ്പോൾ, പക്ഷേ നിങ്ങൾ തരുന്ന ഈ കയ്യടി, നിങ്ങൾ തരുന്ന ഈ ചിരിയൊക്കെയാണ് നമ്മുടെ പ്രചോദനം, നമ്മുടെ ധൈര്യം. അപ്പോൾ ഈ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ ആ പാട്ടും കൂടി പാടുക, സപ്പോർട്ട് തരണം. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമനേ നീ വരും നാളുമെണ്ണീരുന്നു ഞാൻ, 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി, മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. താങ്ക് യു. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇനിയും 3-4 സിനിമകൾ ഇറങ്ങാനുണ്ട്.
ചെറിയൊരു ക്യാരക്ടർ, ഏതെങ്കിലും ഒരു സീനിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്താൽ മതി എന്ന് ആഗ്രഹിച്ച് നടന്ന ഞാൻ 3 സിനിമയിൽ നായികയെ ഇപ്പം ചെയ്തിട്ടുണ്ട്. അത് എല്ലാം നല്ലതാവില്ലല്ലോ. അപ്പോൾ കാണുക, ഇതുപോലെ കണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കണ്ട അഭിപ്രായം പറയുക. എന്നാലേ എനിക്ക് അടുത്ത കലോത്സവത്തിന് ഇതുപോലെ അതെല്ലാം വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക, അടുത്ത കലോത്സവത്തിനും വരാൻ സാധിക്കട്ടെ. താങ്ക് യു. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. അതിഥി പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീ ഉണ്ണിരാജ് ചെറുവത്തൂർ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട CH കുഞ്ഞമ്പു MLA, ഉദ്ഘാടനം ചെയ്ത കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ സാർ, ബഹുമാനപ്പെട്ട പ്രൊഫസർ ബിജോയ് നന്ദൻ, അഖില TP, അവരെ എൻ്റെ പ്രിയപ്പെട്ട രാജഗോപാലൻ, E ചന്ദ്രശേഖരൻ MLA, എന്നെ നെല്ലിക്കുന്ന്, AKM അഷ്റഫ് MLA, പ്രിയ സുഹൃത്ത് ചിത്ര നായർ, അതുപോലെ വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏറെ സന്തോഷം. ഇതൊരു പ്രകൃതിൻ്റെ മടിത്തട്ടിലാണ് മുന്നാട് കോളേജ്. കുറേ നല്ല സ്നേഹമുള്ള മനുഷ്യന്മാർ മാത്രം. ഇവർക്ക് നല്ല ഒരുപാട് സൗഹൃദങ്ങളുടെ ഇറക്കുക മുന്നാട്. ഏറെ പ്രിയപ്പെട്ടവർ, ഭയങ്കര ബന്ധമാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ കലോത്സവമാണ്. ഞാൻ 25 വർഷമായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മൈമ് സ്കിറ്റൊക്കെ പഠിപ്പിക്കുന്ന കുഞ്ഞിക്കണ്ണൻ മാഷ് ഉണ്ടായില്ല, പോയോറില്ല അല്ല ഉണ്ടാ പോയാ മാഷെ 25 വർഷം. ഒരുപക്ഷെ ഞാൻ ആടിയിടെല്ലാം ഇങ്ങനെ വന്നതുകൊണ്ട് മാത്രമായിരിക്കും ഇടാം. അല്ലെങ്കിൽ ഞാൻ ഈ പരിസരത്ത് പല കുട്ടികളെയും പരിശീലിപ്പിച്ചിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഏതെങ്കിലും ഒരു മൂലക്ക് ഉണ്ടാവും, വിടൂല അവരെ റിഹേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. 25 വർഷം 1ാം സ്ഥാനം 2ാം സ്ഥാനം പോയിച്ച ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. 25 വർഷം. അവസാനം ഞാൻ ചെയ്ത പയ്യന്നൂർ കോളേജ് മത്സരത്തിന് അന്ന് 2 മൈമൂര് സ്കിറ്റ് ചെയ്തു, 1ും 2ും 1ും. അതിനപ്പുറം വേറെ സമ്മാനമില്ല. അതൊരു ഭയങ്കര പോസിറ്റീവാണ്. കാരണം എൻ്റെ ജീവിതയാത്രയിൽ ക്യാമ്പസിൽ എനിക്ക് ഒരുപാട് ഊർജ്ജം തന്നിട്ടുണ്ട് അവിടുത്തെ പ്രിയപ്പെട്ട യൂണിയൻ പ്രവർത്തകർ, അവിടുത്തെ സംഘാടകർ. അവരെനിക്ക് ഇന്നും ഒരുപക്ഷെ വിജിൻ MLA ആഴ്ചക്ക് ഒരു തവണയ്ക്ക് വിളിക്കും. വിജിൻ MLA പയ്യന്നൂർ കോളേജിൽ ചെയർമാൻ ഉണ്ടാകുമ്പോഴാണ് അതിന് മുമ്പേ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പഠിച്ച SFIൻ്റെ അന്നും വല്ല ബന്ധമാണ് വിജിനുമായിട്ട്. അല്ലെങ്കിൽ ശിവപ്രസാദ് ഇവിടെ ഉണ്ട്, ശിവൻ, അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ. യൂണിയൻകാർ അവരെ തന്നെ 3 കൊല്ലം കഴിഞ്ഞോട് വിടൂല. യൂണിയൻകാർ എന്നും കൂടെ നിർത്തും. എന്തെങ്കിലും ഒരുപാട് പരിപാടികൾ ഒന്നുമില്ലെങ്കിൽ കൊറോണ സമയത്തൊക്കെ വിളിച്ചിട്ട് ഉണ്ണേട്ടാ സുഖമല്ലേ, എന്ന് പ്രശ്നമുണ്ടാ, ബുദ്ധിമുട്ടുണ്ടാ, ഒന്നും വേണ്ടടാ, പ്രശ്നമില്ല, എവിടെയും പോവാണ്ട് നല്ല ബുദ്ധിമുട്ടിൽ വീട്ടിലിരിക്കുമെങ്കിലും എന്നെ വിളിച്ച എത്രയോ ചരിത്രങ്ങളുണ്ട് ഇവിടുത്തെ സംഘാടകർ. ഇത് സംഘാടക മികവാണ്. കാരണം ഇത് ഇവർക്കേ പറ്റൂ, ഒരു സംശയമില്ല. അടിപൊളിയാണ്, ആഘോഷമാണ്. സുജിത്ത് മാഷെല്ലാം എത്രയോ വർഷങ്ങളായിട്ടില്ലേ ഒരു ബന്ധമാണ് കോളേജിൽ. എല്ലാ മാഷന്മാരുണ്ടാവും. എന്നറിയാത്ത ആരും യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നത്. പുതിയ പിള്ളേർക്കെല്ലാം അറിയില്ലായിരിക്കാം. മറിമായും സിനിമയെല്ലാം 2ാമത്, അതാണ് മാറ്റി വെച്ചിട്ടുള്ള പരിപാടിയാണ്. കാരണം ഒരു യാത്ര, എനിക്കെന്ന് ഊർജം, സ്നേഹം, ബന്ധങ്ങൾ, അതെല്ലാം ഈ കലോത്സവത്തിൽ നിന്ന് കിട്ടിയതാണ്. ഒരു കുട്ടിയോട് ഞാൻ റിഹേഴ്സൽ ക്യാമ്പെന്ന് പറയും, മക്കളെ നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ നിമിഷമാണ് ഈ കലോത്സവം, നിങ്ങളിത് മാറിപ്പോകരുത്. ചിലവർ പറയും എല്ലാവരും റിഹേഴ്സലിന് പറ്റില്ല, രാത്രി ബുദ്ധിമുട്ട്. ആദ്യം അവർ പറയെങ്കിലും പിന്നീട് അവർ നമ്മളോടൊപ്പം ചേരും. സുയിത്ത് മാഷ് നമ്മയെല്ലാം പയ്യന്നൂർ കോളേജിലെ ക്യാമ്പസിലൊക്കെ എത്രയോ കിടന്നു, ബെഞ്ചും ഡെസ്കും അടുപ്പിച്ച് കിടന്നവർക്ക് നെഹ്റു കോളേജ്, ഗുരുദേവ് കോളേജ്, ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കൃഷ്ണമേനോൻ വൈദ്യ കോളേജ്, അംബേദ്കർ, ശിവൻ്റെ അംബേദ്കർ കോളേജ്, ഒരുപാട് കോളേജ് 5, 6 മൈമൊക്കെ ഉണ്ടാവും. എല്ലാം സമ്മാന മത്സരത്തിൽ പോകും. അതൊരു ഊർജ്ജമാണ്, ഇരക്കുന്ന ബലാണ്, സ്നേഹമാണ്. മറക്കൂല. എങ്ങനെ മറക്കും? മറന്നാൽ ഞാനെന്ന ഉണ്ണിയെല്ലാം ഉണ്ടാവും. അതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഇരിക്കാൻ തന്നത് ഏറെ സന്തോഷം. വലിയ ദേശീയ അവാർഡ് കിട്ടിയ തുല്യമാണ്. ഒരിക്കലും മറക്കൂല. പ്രിയപ്പെട്ട എന്നെ വിളിച്ച സംഘാടകർ, ഇതിൻ്റെ പ്രവർത്തകർ, മുന്നാടിൻ്റെ എല്ലാവരും, എല്ലാ പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലും നമ്മൾ മറക്കൂല. യാദൃശ്ചികമായിട്ടാണ് ഇതിലേക്ക് വന്നത്. കലോത്സവം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സ്കൂൾ കൗൺസിൽ 20 കൊല്ലം തുടർച്ചയായിട്ട് സമ്മാനം മേടിച്ചു കൊടുത്തിട്ട് ഒരു വേദിയിലും അവതരിപ്പിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. 10 40 ഉറുപ്പില്ലാത്തതുകൊണ്ട് കലോത്സവ വേദികൾ നാടകത്തിന് എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കൊടുക്കാൻ പൈസയില്ല,
10 ഉറുപ്പ്യ ഇല്ല വീട്ടിൽ. എങ്ങനെ 40 ഉറുപ്പ്യ ചോദിക്കും? 10 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 40 ഉറുപ്പ്യ ചോദിക്കണ്ടേ? 30 വർഷങ്ങൾക്ക് മുമ്പേ മാറി നിന്നു, പ്രശ്നമില്ല. അന്ന് ഇഷ്ടമായിരുന്നത്, ഭയങ്കര ജീവനായിരുന്നു കല എന്ന് പറയുന്നത്. കലയിൽ മാത്രമായിരുന്നു ജീവൻ, അത്രമാത്രം. അങ്ങനെ മാറി നിന്ന ഞാൻ പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് അമ്മേരപ്പുരം ചെറുകൊത്തൂരിൽ നിന്ന് കാഞ്ഞങ്ങാടേക്ക് പോകുമ്പോൾ ധർമാശുപത്രിയിലെല്ലാം പോകുമല്ലോ, നമ്മളന്ന് ജില്ലാ ആശുപത്രിയിലാണ് നടപ്പോലെ. ചെറിയ പ്രായം 8 9 പഠിക്കുമ്പോൾ വഴിയിൽ കാറ്റാടിക്കൂട്ടങ്ങളിൽ നെഹ്റു കോളേജ് കാണും. അപ്പം വിചാരിക്കും ഈ നെഹ്റു കോളേജിൽ പഠിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാവണേ ദൈവമേ ഈശ്വര എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ 10ാം ക്ലാസ് നല്ല മാർക്ക് വേണം, ഇന്നത്തെ പോലെയല്ല അല്ലേ, ഒരുപാട് മാർക്കൊക്കെ വേണം. അതിന് വലിയ മാർക്കൊന്നും ഉണ്ടായിട്ടാ, ഏടെയും തോക്കാണ്ട് ജയിച്ചിരുന്നു മാത്രം. കുറച്ച് മാർക്കുണ്ട്, പക്ഷെ അത് പോരാ, അന്ന് ഫസ്റ്റ് ക്ലാസ്സൊക്കെ മാർക്ക് വേണം, അതില്ല. അപ്പോൾ ആ അധ്യായം അടഞ്ഞു, വേറെ കോളേജിൽ പോവാലോ. ഏടാ അതിന് പൈസ വേണ്ടേ? നേരെ 16 വയസ്സിലെ ഞാൻ രാവിലെ 8 മണി രാത്രി 9 മണി വരെ ഒരു പണിശാലയിൽ ഒരു പെയിൻറ്റ് കടയിൽ ആടുന്ന് തുടങ്ങിയാണ് യാത്ര. പക്ഷേ ഞാൻ വിട്ടില്ല. ഞാൻ 2 കൊല്ലം കഷ്ടപ്പെട്ട്, ചെറിയ പ്രായമല്ലേ, ഓടിച്ച് ഞാൻ പഠിക്കാൻ പോയി, പ്രീ ഡിഗ്രി പോയി. അങ്ങനെ 2 കൊല്ലം പ്രീ ഡിഗ്രി പഠിച്ചു, സ്കോളർ പ്രൈവറ്റ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മനസ്സിൽ സ്കൂളിൽ നിന്നും ചെയ്യാൻ പറ്റില്ല, കോളേജിൽ നിന്ന് പറ്റില്ല. പിന്നെ ഞാൻ പഠിപ്പിക്കാൻ പോയതാണ്. ഒരു അക്കാഡമിക്കും പഠിച്ചിട്ടാ, ഒരു തിയേറ്ററും പഠിച്ചിട്ടാ. പക്ഷേ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സമ്മാനം മേടിച്ചു കൊടുക്കാൻ പറ്റിയെന്നുള്ളത് എഴുന്നോ എങ്ങനെയോ കിട്ടിയ ഒരു അറിവാണ്. അത് യൂണിവേഴ്സിറ്റിയല്ലോ. ഇപ്പോഴും സുജിത്ത് മാഷ്, ഈ കൊല്ലം സുജിത്ത് മാഷ് വിളിച്ചു, ഉണ്ണി നമ്മൾ കോളേജിൽ വരണം. മാഷേ കുറേ തിരക്കാന്ന്, ആരൊക്കെയോ ലുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സിനിമയിൽ വിളിക്കും, സിനിമയിൽ നല്ല തിരക്കാണ്, എല്ലാം മറിവായൊക്കെ. അങ്ങനെ യാത്ര ചെയ്തല്ല ഒരാളാണ്. ഏറെ സന്തോഷപ്രിയപ്പെട്ടവരെ, സ്നേഹം മാത്രമേ ഇല്ലൂ. ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, ഒരുപാട് സൗഹൃദ ബാലൻസ് ഇഷ്ടംപോലെ ഉണ്ട്. അത് മതിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം യാദൃശ്യമായിട്ടാണ് മറിമായത്തിലേക്ക് വന്നത്. അതും കൂടി 1 മിനിറ്റേ ഉണ്ടാവുമല്ലോ, അത് പറയാം. എങ്ങനെയാണ് ഇയാൾ ഇപ്പം സിനിമയിലൊക്കെ കാണുന്നതെന്ന് ചോദിക്കണ്ടേ, പലരും ചോദിക്കലുണ്ട്. ഒരു ദിവസം എൻ്റെ സുഹൃത്ത് പറഞ്ഞു, വാ നമുക്ക് ഒരു അഭിനയിക്കാനുണ്ട്, മറിമായ തുടങ്ങി വെച്ചത് 2 കൊല്ലമായിട്ടു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, നമുക്കിത് അഭിനയിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാം, എന്തെങ്കിലും നാടകമോ മൈമോ മറ്റുണ്ട്. അല്ല വാ. അങ്ങനെ അവൻ്റെ ഒപ്പം ഒരു യാത്ര ചെയ്താ, ഒരു എപ്പിസോഡ്, 2 ലൈറ്റ് 2 ക്യാമറ. എന്നെ വിളിച്ചു പറഞ്ഞു, ഒന്നും അധികം പറയാൻ നിൽക്കണ്ടേ. ഡയറക്ടർ പറഞ്ഞു, ആ കൗണ്ടറിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് ചോദിച്ചിട്ട് ബസ് വരുന്നുണ്ടോ ചോദിച്ചാൽ കൗണ്ടറിൽ. അപ്പം നിയാസ് ബക്കർ ഇവിടെ പോകുന്ന വൈറ്റിലേക്ക് പോകുന്ന ബസ് 6:30 പുറപ്പെടുന്ന പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഒരു മുണ്ട് തന്നു, ഒരു കയ്യെല്ലാം ചുറ്റിട്ട് ലുങ്കിയും തന്നു, തലം ഒരു ചാക്കും കെട്ട്. ഞാൻ ചോദിച്ചു ഇതെന്തിനാ കെട്ട്? ഇത് പഴത്തിൻ്റെ കൊലയാണ്, അത് സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്നൊക്കെ എന്തൊക്കെ പറയാം നിങ്ങൾക്ക്. ഓ ശരി, ആക്ഷൻ പറയുമ്പോൾ വന്നിട്ടില്ലേ പിന്നെ ഇവിടുന്ന് പോകേണ്ടി വരും, പിന്നെ ചെയ്യേണ്ടാവുന്നു. ഓ ഞാൻ ഇപ്പോൾ തന്നെ പോയിക്കോളാറുന്നു. പറ്റില്ല ഇപ്പോൾ പോയിക്കല്ല, നിങ്ങൾ അഭിനയിക്കേണ്ട ആളാണ്. ഓ ശരി. അപ്പോൾ ഞാൻ അവിടെ നിന്നു. സ്റ്റാർട്ട് ക്യാമറ റോളിങ് ആക്ഷൻ. മെല്ലെ വന്നു, എല്ലാവരും സൈലൻ്റ്. ആടെയാണ് ക്യാമറയിൽ ഒരു ആരാണ് ഒരു സാധനം, മുടിയെല്ലാം ഉണ്ട് കുറച്ച്. അടുത്ത് നിയാസ് ബക്കറാന്ന്, കോയാന്ന് പറഞ്ഞ ആളെ എൻ്റെ മുമ്പെന്ന് വെച്ചു. അയക്കൊന്നും നമ്മളറിയില്ലോ. എവിടെ പോണ്ടേ? എന്നെ നോക്കി, എവിടെയാണ് പോണ്ടത്? ബേഡെടുക്ക ബദ്തെടുക്ക ബന്തെടുക്ക വടിയെടുക്ക കൊടുക്ക സെല്ലിലെ ബസ് അങ്ങോട്ടി കായ്ക്കൊല്ല മുകളിൽ സീറ്റ് പിടിക്കാൻ. കട്ട് ലൈറ്റ് ഓഫ്, കംപ്ലീറ്റ് ഓഫാക്കി. ബേഡെടുക്ക ബദ്തെടുക്ക നമ്മളെ സ്ഥലമല്ലേ ഈ നാട്ടിലെ, അന്ന് കിട്ടിയാന്ന്. അതാ ഞാൻ ഇവിടെ പറയാവുന്നത്. ഈ നാട്ടിലെ കുറച്ച് സ്ഥലം തുടങ്ങി വെച്ചതാണ് ഞാൻ. അപ്പോൾ മറക്കൂല നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാടിൻ്റെ കുറേ പേരിനാണ് ഞാൻ തുടങ്ങിയത്. വിട്ടു, അത് കഴിഞ്ഞ്. അപ്പോൾ വേണ്ട ഇത് നടക്കൂല. ഈ ഭാഷ ഏടി വന്നിട്ടാ 10 വർഷം മുമ്പേ ഒരാളും പറഞ്ഞിട്ടാ നമ്മളെ ഭാഷ, അല്ലെങ്കിൽ ഒരു സിനിമയിലും വന്നിട്ടാ. ഇത് മാറ്റി പറയാൻ പറ്റുമോ വെച്ചു. ഞാൻ പറഞ്ഞു പറ്റൂല, ഞാൻ ഇതാണ് പറയുന്നത്, ഇതേ പറയലൂ, ഞാൻ പോയിക്കോളാം. എന്നാൽ ചെയ്തു പറഞ്ഞു. ആടുന്നേ വന്നതല്ലേ, വീണ്ടും ചെയ്തു. അത് ഭയങ്കര വൈറലായി, ഭയങ്കര ആൾക്കാർ എൻ്റർടൈൻ ചെയ്തു. പിന്നെ അവർ വിളിക്കാൻ തുടങ്ങി, ഒരു ചെറിയ വേഷം കൊണ്ട് വരാൻ പറ്റുമോ? വരാം. ഞാൻ എൻ്റെ ഭാഷ ഞാൻ ആടെ ചോദിച്ചു, ഭാഷ മാറ്റണോ? വേണ്ട, നമ്മുടെ നാടിൻ്റെ ഭാഷ. അങ്ങനെ ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ടെലിവിഷനിൽ ഏറ്റവും മികച്ച ഹാസ്യതാരം സ്റ്റേറ്റ് അവാർഡ്. അത് ഒരു നടനെന്ന് ഞാൻ പരാജയമായിരിക്കാം, നടനല്ല. ഇപ്പോൾ അമ്മ ചോദിക്കും, നീ കളിക്കുന്നത്, നീ എൻ്റെ മുമ്പെന്ന് പറഞ്ഞ് എന്നെ ടി വിയിൽ കാണുന്നത്, അതെല്ലാം മാറ്റി പറയണം. ഞാൻ അറിയില്ല അമ്മേ. അപ്പം എന്തൊക്കെയോ ചെയ്യും. കുറേ കൃഷ്ണേട്ടൻ, നാരാട്ടൻ, തമ്പായിട്ട് മീൻ വെക്കുന്ന മാധവേട്ടിയാണ് എൻ്റെ സുഹൃത്തുക്കൾ. അവിടുന്ന് കുറേ തമാശകൾ കിട്ടും. ആ തമാശകളാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പറഞ്ഞതൊന്നും മോശമാവില്ല എന്ന് വിശ്വസിക്കുന്നത്. എല്ലാവരും എന്നെ സ്നേഹിക്കാൻ കണ്ടു, ഉണ്ണി നന്നായിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നിറയെ സിനിമകൾ ചെയ്യുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു വേഷങ്ങളാണ്. ഇപ്പോൾ വിനീത് ശ്രീനിവാസിൻ്റെ പടമാണ് ചെയ്തത്, വർഷങ്ങൾ പോയതറിയാതെ. അതുപോലെ ചിത്ര നായർ നായികയാണ്, വലിയ പടം, അതിൽ ചെറിയൊരു വേഷം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ വലിയ പടത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്രയാണ്. അതെല്ലാം കിട്ടിയത് ഈ കലോത്സവ വേദികളിൽ നിന്ന് മാത്രം. ഇത് മാത്രമാണ്
ഏടിയും പറയുന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ കലോത്സവം നിങ്ങളുടെ സുവർണ നിമിഷങ്ങളാണ്. ഇത് നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളായിരിക്കും ഈ ദിവസം. പ്രത്യേകിച്ച് ഈ മുന്നാട് നാടിൽ നിങ്ങളെ സ്നേഹിച്ച് അവർ നിങ്ങൾക്ക് എന്ത് വേണം ചെയ്തു, എന്ത് വേണം, അങ്ങനത്തെ ടീമാണ് മുന്നാട് നാടിൻ്റെ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗഹൃദങ്ങളാണ്, മറക്കൂല. ഒന്നും കൂടെ പറയാം, കലോത്സവം എന്ന് പറഞ്ഞാൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 5 എല്ലാ പരിശീലകരും ഉണ്ട്, അവർക്കെല്ലാം അറിയാം. നമ്മളിതിലിങ്ങനെ ലയിച്ചു പോവുക. അവസാനത്തെ തെയ്യക്കാർ ജൂൺ മാസത്തിലെ മുടി അയച്ചു വെക്കുന്ന പോലെയാണ് നമ്മൾക്ക് യൂണിവേഴ്സിറ്റി കലോത്സവമാണ് ലാസ്റ്റ്. പിന്നെ കലോത്സവം നമുക്കില്ല, പിന്നെ എപ്പം കിട്ടും അതുണ്ടാവില്ല. മുടി അയച്ചു വെക്കുന്ന ഈ ദിവസം ഉണ്ട്. അവസാനം എല്ലാവരും സങ്കടത്തോടെയാണ് പിരിഞ്ഞു പോലെ. അതുപോലെ പരിശീലകർ ഭയങ്കര സങ്കടമായിരിക്കും. അങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ വീട്ടിൽ കിടന്നവർക്ക് ഉറക്കമില്ല, 2 ദിവസം ഉറക്കില്ല. ഒരു ദിവസം ഭാര്യനും മക്കൾ എണീക്കട്ടെ റിഹേഴ്സൽ, ആരിരിക്കണ്ട. അവർ ഞെട്ടിപ്പോയി, ഇങ്ങനെ മിണ്ടാട്ട് ഞാൻ പ്രാന്ത കളിക്കല. റിഹേഴ്സലായിരുന്നു ഓർമ്മത്. ഞാൻ എൻ്റെ കുട്ടികളോടൊപ്പം മാത്രമായിരുന്നു. ഒരു കോളേജും എല്ലാവരും എന്നെ മറക്കൂല. അവർ വീണ്ടും വിളിക്കും, ഉണ്ണി ഗ്യാപ്പ് കിട്ടിയ ഒരു മൈം ചെയ്യണേ, ഇപ്പോഴും വിളിക്കും. ഏറെ സന്തോഷം. അത് എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ സ്നേഹം തന്നെയാണ്. അല്ല വലിയ അക്കാഡമിക്ക് ഒന്നുമല്ല, ഞാൻ പറഞ്ഞ പോലെ ഏറെ ഒന്നും പറഞ്ഞില്ല, ഒരുപാട് സംസാരിക്കാൻ ക്ഷമിക്കണം. ഒരു കാര്യം, ഈ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ യാത്ര ചെയ്തതിൻ്റെ മാത്രം പറഞ്ഞത്, കണ്ണൂർ യൂണിവേഴ്സിറ്റി സോൺ വരണം. കാരണം 80 ലളിതഗാനം, 50 മൈം, 90 അങ്ങനെ വരുന്ന കാലം. അന്ന് 10 മൈമിൽ തുടങ്ങിയ ഇപ്പോൾ 50. എങ്ങനെ വിധികർത്താക്കൾക്ക് ഇത് മൈൻഡിലിടാൻ പറ്റുമോ എന്ന് സംശയം നമ്മളെ പരിശീലകർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വരണമെന്നില്ല, ഒരാഗ്രഹം മാത്രം പറഞ്ഞു നിർത്തുന്നു. കലോത്സവം അതിഗംഭീരാവട്ടെ, വൻ വിജയമാവട്ടെ. സ്നേഹത്തോടെ വേദിയിൽ മത്സരം തുടരേണ്ടതിനാൽ വേദിയിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ചടങ്ങിന് ഔപചാരികമായി നന്ദി അർപ്പിക്കുന്നതിനു വേണ്ടി കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി പ്രതിജ്ഞ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കണ്ണൂർ സർവകലാശാല യൂണിയൻ ഇപ്രാവശ്യത്തെ കലോത്സവം ഏറെ വ്യത്യസ്തമായി തന്നെയാണ് ഈ വർഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. നഗരം തിരക്കുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് ഈ വർഷത്തെ കലോത്സവം കടന്നു വന്നിരിക്കുകയാണ്. ഇന്നലെ ഇവിടെ വെച്ച് സ്റ്റേജ് തര മത്സരങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞുകൊണ്ട് ഇന്ന് സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടനം കഴിയുമ്പോഴേക്കും ഏറ്റവും ആവേശത്തോടെ തന്നെയാണ് കലോത്സവം മുന്നോട്ട് പോകുന്നുള്ളത്. ഞാൻ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയും ഈ വേദിയിൽ പരിപാടികൾ നടക്കാറുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ശംഷീർ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ സീനിയർ പ്രൊഫസർ ബിജോയ് നന്ദൻ അദ്ദേഹത്തിനും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ മുഖ്യ അതിഥികളായി പങ്കെടുത്തുകൊണ്ടുള്ള ശ്രീ എം രാജഗോപാലൻ MLA അദ്ദേഹത്തിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ചലച്ചിത്രം താരം ചിത്ര നായർ, ഉണ്ണിരാജ് ചെറുവത്തൂർ അദ്ദേഹത്തിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ സാന്നിധ്യം വഹിക്കുന്ന ബഹുമാനപ്പെട്ട കണ്ണൂർ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ A അശോകൻ, ഡോക്ടർ റാക്കി രാഘവൻ, ഡോക്ടർ TP അഷ്റഫ്, ഡോക്ടർ പ്രമോദ് വെള്ളച്ചാർ അവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. കാരോട്ക ബ്ലോക്ക് പഞ്ചായത്തുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ സിജി മാത്യു അദ്ദേഹത്തിന് ഞാൻ നന്ദി അറിയിക്കുന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള K മണികണ്ഠൻ അദ്ദേഹത്തിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷൻ വഹിച്ച അഡ്വക്കേറ്റ് CH കുഞ്ഞാമ്പ് അവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടുള്ള ബേഡടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി M ധന്യ അവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. തേലമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി AP ഉഷ, പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ അബ്ദുൾ റഫീഖ്, കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ CK ലൂക്കോസ്, സംഘാടക സമിതിയുടെ വർക്കിംഗ് ചെയർപേഴ്സൺ ശ്രീമതി E പത്മാവതി, സംഘാടക സമിതിയുടെ കൺവീനർ ബിപിൻ രാജ് പായം, യൂണിയൻ ഭാരവാഹികളായിട്ടുള്ള മുഹമ്മദ് ഫവാസ്, അനന്യ ആർ ചന്ദൻ, സൂര്യജിത്ത്, പ്രജ്ന, അതുപോലെ തന്നെ ഈ പരിപാടിയെ ഏറ്റവും മികച്ച രീതിയിൽ
നമുക്ക് സഹായം നൽകുന്നത് ഈ മുന്നാട്ടിലെ നാട്ടുകാരാണ്. എല്ലാ ആൾക്കാർക്കും ഞാൻ ഒറ്റ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഉദ്ഘാടന ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. വേദിയിൽ അല്പസമയത്തിനകം തന്നെ നാടോടി നൃത്തം സിംഗിൾ തുടരുന്നതായിരിക്കും.